ദൈവവചനമായി മുന്നിൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും സഹോദരനുമായി ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന വർഗീസ് തോമസ് അച്ഛനെ, ഷിജു അച്ഛനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. അച്ഛൻ പറഞ്ഞ വിലപ്പെട്ട നല്ല വാക്കുകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദീർഘവർഷകാലത്ത് ഒരു ആത്മീയ സ്നേഹബന്ധം, ഒരു സഹോദര തുല്യമായ ഒരു ബന്ധം വർഷങ്ങളായിട്ട് ആരംഭിച്ചത് ഇന്ന് തുടരുവാനും ദൈവം നമ്പരാനോട് നിരയാക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. അച്ഛൻ്റെ പ്രിയ പിതാവ് വർഗീസ് സാറും അതുപോലെ ആൻറ്റിയും സഹോദരനുമായിട്ടൊക്കെ ആഴമേറിയ സ്നേഹബന്ധങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പുലർത്തുവാൻ ദൈവം നമ്പരാൻ അവിടെ നിരയാക്കിയിട്ടുണ്ട്. ആ വലിയ സ്നേഹബന്ധമാണ് ഇന്ന് രാത്രി ദൈവവചനമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനായിട്ട് എന്നെയും അവിടുന്ന് ഉപയോഗിക്കപ്പെട്ടു. പ്രത്യേകിച്ച് കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിട്ട് മധ്യകേരള മകാടിയുടെ പാസ്റ്റർ ബോർഡ് സെക്രട്ടറി, വിവിധ ബോർഡിൽ അംഗവുമായിരിക്കുന്നതായ ജോണി ആൻഡ്രൂസ് അച്ഛൻ മധ്യയിരിക്കുന്നത് സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. അച്ഛൻ വന്നപ്പോഴേ ഓർപ്പിച്ചു, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ടാണ് ഞാൻ വന്നത് എന്ന്. അച്ഛൻ്റെ വാത്സല്യവും അച്ഛൻ്റെ സ്നേഹവും ഒക്കെ കഴിഞ്ഞ കാലങ്ങൾ ഒത്തിരി അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. സഭാപ്രവർത്തക സമൂഹത്തെ നേർപ്പാതയിലേക്ക് നയിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം ഇതുവരെയും സഹായിക്കുന്നതോർത്ത് ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യും. അതുപോലെ രചയിച്ചതിന് ഞങ്ങൾ ഒരുമിച്ച് മിഷൻ വീടുകളിൽ പ്രവർത്തിപ്പാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്പരാൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അച്ഛനിൽ കൂടിയൊക്കെ ലഭിച്ച നല്ല സ്നേഹത്തിനും കരുതലുകളെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. മധ്യകേരള മകാരുടെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ റൈറ്റർ ഡോക്ടർ മലയിൽ സാബു കുസിച്ചെറിയാൻ തിരുമേനിയുടെ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് ദൈവനെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെയുള്ളതായ സഭാ ശുശ്രൂഷയുടെ ഒരു ഭാഗ്യകരമായ ദിവസം അനുഭവമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രിയ തിരുമേനിയെ ഞങ്ങൾ ഈ സഭ ഓർക്കുന്നു, ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള കോശി വിജയ് സാറ് മധ്യയിരിക്കുന്നത് ഒരു സന്തോഷകരമായ അനുഭവമാണ്. പരിചിതമായ ഒത്തിരി മുഖങ്ങൾ നയിച്ചാൽ അതുപോലെ വിവിധ മുഖങ്ങൾ ഇതിൻ്റെ മധ്യയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് മിഷൻ ടൂറിൽ യാത്ര ചെയ്ത ഈ ക്വയറിൻ്റെ ലീഡറായിരിക്കുന്ന പ്രിയ സാർ, അങ്ങനെ പലരുമായി സ്നേഹബന്ധങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പുതുക്കുവാൻ ദൈവം എനിക്ക് വേണ്ടിയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരുമിച്ച് കർത്താവിനെ ജീവിതത്തിൻ്റെ രക്ഷകരായി സ്വീകരിച്ചതായ സാജു കുടുംബവും എന്നോട് കൂടെ പോത്തുന്ന യാത്ര ഒരുമിച്ചായിരുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുമിച്ചുള്ള കൈകോർത്ത് പിടിച്ച പ്രാർത്ഥനകളും കൂട്ടായ്മകളുമാണ് ഞാൻ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തിയായി മാറിയത്. കൺവെൻഷന്റെ അവസാന രാത്രിയിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. മനോഹരമായ ഗാനങ്ങൾ പാടിയതായ, അതുപോലെ തന്നെ മനോഹരമായ പ്രതിഷ്ഠ പ്രാർത്ഥന നിവർത്തിച്ച പാഠങ്ങൾ വായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അല്പസമയത്തെ ചെറിയ ചിന്തയ്ക്കായി നെഹെമ്യ പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നെഹെമ്യ പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീബന്ധം കിടക്കുന്നതായും നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനി നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ മതിലുകളെ പണിയുക. നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ മതിലുകളെ പണിയുക. പ്രാർത്ഥിക്കുക. നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയും നാഥാ. നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയും നാഥാ. പരിശുദ്ധാരേത്വം എൻപേർക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. പരിശുദ്ധാരേത്വം എൻപേർക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. ഉന്നതനേ യേശുനാഥാ, ആരാധ്യനേ ആരാധ്യനേ. ഉന്നതനേ യേശുനാഥാ, ആരാധ്യനേ
ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കൺവെൻഷന്റെ അവസാന രാത്രിയിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗം മടന്നൊരുക്കിയ മുഖാന്തരത്തിനാണ് നന്ദിയുടെ സ്തോത്രം. 2026 11 ദിവസങ്ങൾ പിന്നിടുവാൻ സ്വർഗം മടന്നൊരുക്കിയ മുഖാന്തരത്തിനായി സ്തോത്രം. പ്രഭാതത്തിൽ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സ്വർഗം കൃപ നൽകിയല്ലോ. ഈ സന്ധ്യകൾ വീണ്ടും നിന്റെ പാതപ്പെടുത്തോടെ ഞങ്ങൾ ചേർന്ന് വന്നതിന്, നീ ഞങ്ങളെ കൂട്ടി വരുത്തതിന് നിനക്കൊരു ദേശമുള്ളതോർത്ത് സ്തോത്രം. കഴിഞ്ഞ 3 രാത്രിയിൽ നിന്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങള് കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരിൽ കൊണ്ട് നീ ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് നന്ദിയുടെ സ്തോത്രം. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപത്തോടെ കർത്താവെ പോലെ ജീവിക്കുക, ദൈവവചന ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. ഞങ്ങളെ സമ്പൂർണ്ണമാതിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ആത്മാവിൽ എഴുതി ഞങ്ങൾക്ക് നൽകിയ തിരുവചനം അവിടുത്തെ ആത്മാവിൽ പ്രസ്താവിപ്പാൻ, അടിയനെ മക്കൾക്ക് കേൾക്കുവാൻ അവിടുത്തെ കൃപയെ നൽകിയോട് മാനിച്ചാണ് ഈ കർത്താവെ പന്തലും പരിശുദ്ധ രക്തക്കൊള്ളിൽ മറയ്ക്കണം, ദൂതന്മാരാൽ കാവലും ചെയ്യണം. അങ്ങനെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതോർത്ത് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് അങ്ങ് കൃപയോടെ കേൾക്കണമേ. 17-ാം വാക്യം. നാം ഇനിയും നിന്നപാത്രമായിരിക്കാതെ വേണം യെരൂശലേമിൻ മതിലുകളെ പണിക. BC 586 ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം തീയിട്ട് നശിപ്പിക്കുന്നത് കാണുവാനാണ് സാധിക്കും. ദേവാലയവും അതിന്റെ വാതിലുകളും അതിന്റെ മതിലുകളും എല്ലാം തകർത്ത് ആ ദേശത്തുള്ളതായിരിക്കുന്ന വിവിധ ഭവനങ്ങളും തീക്ക് ഇരയാക്കി തീർത്തതായ സാഹചര്യം. യെരൂശലേം ദേവാലയം എന്ന് പറയപ്പെടുന്ന ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ദൈവിക സാന്നിധ്യത്തിന്റെ ഇടമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് അത് നോക്കുമ്പോൾ ഒരു ചണ്ടിക്കുമ്പാരമായി മാറ്റപ്പെട്ടതായ ഒരു സാഹചര്യം അത് ഒത്തിരി വേദനകളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് കാണുവാനാണ് സാധിക്കുന്നത്. നെബൂഖദ്നേസർ രാജാവിന് കിരാതമായിരിക്കുന്നതായ ഈ പ്രവൃത്തി ഇസ്രായേൽ ജനങ്ങളെ ഒത്തിരി വേദനപ്പെടുത്തി, ഒത്തിരി നിരാശപ്പെടുത്തി. അന്ന് രാജ്യം ഭരിച്ചിരുന്ന സിദെക്കിയാ രാജാവിന്റെ കണ്ണുകളിൽ നിന്ന് കുത്തിപ്പൊട്ടിച്ച് തന്റെ മക്കളെ തന്നെ മുന്നിലിട്ട് വാളിനെ ഇരയാക്കി തീർത്തതായ അതിവേദനകരമായ അനുഭവങ്ങളും ആ ദേശത്തിന് സാക്ഷിയായി മാറ്റപ്പെട്ടു. പ്രമുഖന്മാരെ പലരെയും നശിപ്പിച്ചതിന് ശേഷം കുറെ പേരെ പ്രവാസികളായി പിടിക്കപ്പെട്ടുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് ബാബേലിലേക്ക് കടന്നു പോകുന്നത് കാണുവാനാണ് സാധിക്കുന്നത്. പ്രവാസികളായി പിടിക്കപ്പെട്ടു പോയത് പ്രഗത്ഭന്മാരായ ചില ആൾക്കാരെ മാത്രമാണ്. എന്നാൽ സാധുക്കളായ ചില ആൾക്കാരെ കൃഷിക്കും മുന്തിരിത്തോപ്പിന് വേണ്ടി കൃഷി ചെയ്യുവാൻ വേണ്ടി അവിടെ നിയോഗിച്ചിട്ട് കടന്നു പോകുന്നത് കാണുവാൻ സാധിക്കുന്നു. ഈ ജനവുമായി മടങ്ങിപ്പോയിരിക്കുന്നതായ ഈ യെരൂശലേമിൽ നിന്ന് മടങ്ങി പ്രവാസികളായി പിടിക്കപ്പെട്ടതായ ദൈവജനം ബാബേൽ നദി തീരത്തിരുന്നു കൊണ്ട് തന്റെ ഉപകരണങ്ങളെല്ലാം അലർവിഷത്തിന്മേൽ തൂക്കിയിട്ട് ദൈവസേനയിൽ വിലപിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. സിയോനെ ഓർത്ത് അവർ നിലവിളിക്കുകയാണ്. ഒരു കാലത്ത് ആരാധിച്ചതായ ആലയം, ദൈവത്തെ മഹത്വപ്പെടുത്തിയതായ ഇടം, പാടി മഹത്വപ്പെടുത്തിയതായ ഉപകരണങ്ങൾ, ദൈവത്തെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതായിരിക്കുന്നതായ വിശുദ്ധമായ ഉപകരണങ്ങൾ എല്ലാം പിടിക്കപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. വേദനകൾ മാത്രം അവശേഷിച്ചതിന് ശേഷം മടങ്ങി അവർ പ്രവാസത്തിലേക്ക് പോകുന്നത് കാണുവാനാണ് സാധിക്കുന്നു. 6 രാജാക്കന്മാർ മാറി മാറി ഭരിക്കപ്പെട്ടതായ ബാബേൽ സംസ്ഥാനത്തിൽ ഭരണമെന്ന് പറയപ്പെടുന്നത് അതികിരാതമായിരിക്കുന്നതായ ഭരണ കാലഘട്ടമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 400 വർഷത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിലെ കഷ്ടതയെക്കാളും 40 വർഷത്തെ മരുഭൂമിയുടെ പ്രയാണത്തെക്കാളും 70 വർഷത്തെ പ്രവാസ ജീവിതം കഷ്ടസമ്പൂർണമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാറി വന്നതായ രാജാക്കന്മാർ അതിദാരുണമായ രീതിയിൽ വളരെ മുറിവേൽപ്പിക്കപ്പെടുന്ന വേദനപ്പെടുത്തുന്നതായിരിക്കുന്നതായ അനുഭവത്തിൽ കൂടിയാണ് കടന്നുപോയത്. എന്നാൽ 6 രാജാക്കന്മാരുടെ ഭരണത്തിന് ശേഷം കോരശ് ഭരണം ഏറ്റെടുക്കപ്പെടുമ്പോഴാണ് ദൈവജനത്തെ വിമോചകരാക്കി തീർക്കപ്പെടുകയാണ്. കോരശ് പറഞ്ഞു, നിങ്ങൾ മടങ്ങി നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകണം. അതിന് ബാബേലിന്റെ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നതായ 3ാമത്തെയും അവസാനത്തെയും സംഘമാണ് നെഹെമ്യാവ് എന്ന് പറയപ്പെടുന്നത്. നെഹെമ്യാവ് പേർഷ്യ രാജ്യത്തിന്റെ അർത്തഹ്ശ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 12 വർഷക്കാലം പേർഷ്യൻ രാജ്യത്തിന്റെ ഗവർണറായി അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം കൃപ നൽകി. നെഹെമ്യാ പ്രവാചകന്റെ പുസ്തകത്തെ പറ്റി നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ അതിനു മുൻപ് 3 ഗ്രൂപ്പുകൾ. 3ാമത്തെ ഗ്രൂപ്പാണ് നെഹെമ്യാവ്. 1ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യെരൂശലേമിൽ നിന്ന് മടങ്ങി വന്നതായ 1ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്
സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ കടന്നു വന്നതായ ജനമാണ്. അവരെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ പൗലോസ് പറഞ്ഞു ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയാണ് അവർ മടങ്ങി വരുന്നത്. രണ്ടാമതായി വന്ന ഗ്രൂപ്പ് എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ കടന്നു വന്നവരാണ്. അവർ ദേവാലയം പണിയുവാൻ വേണ്ടി അല്ല കടന്നു വന്നത്, ദൈവജനത്തെ പണിയുവാൻ വേണ്ടി മടങ്ങി വന്നവരാണ്. മൂന്നാമത്തെയും അവസാനത്തെയും ഗ്രൂപ്പാണ് നെഹമ്യ പ്രവാചകന്റെ ഗ്രൂപ്പ്. നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നത് ദേവാലയം പണിയുവാനോ ദൈവജനത്തെ പണിയുവാനല്ല, ഇടിഞ്ഞു കിടക്കുന്ന മതിലും തീവந்து കിടക്കുന്നതായ വാതിലുകളും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ദൈവം അയച്ചതായിരിക്കുന്ന അവസാനത്തെ ഗ്രൂപ്പാണ് ഈ നെഹമ്യാവിന്റെ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം തന്നെ സെഖരിയ പ്രവാചകന്റെയും ദാനിയേൽ പ്രവാചകന്റെയും പ്രവചനത്തിന്റെ നിവൃത്തീകരണമാണ് നെഹമ്യാവിന്റെ പുസ്തകം എന്ന് കാണുവാനാണ് സാധിക്കുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തെ പറ്റി നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ വേദപുസ്തകത്തിന്റെ ഇസ്രായേൽ ചരിത്രത്തിന്റെ അവസാനത്തെ പുസ്തകമാണ് നെഹമ്യാവ് പ്രവാചകന്റെ പുസ്തകം എന്ന് പറയപ്പെടുന്നത്. പഴയ നിയമ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനാണ് സാധിക്കുന്നത്. നെഹമ്യ പ്രവാചക പുസ്തകം ഇസ്രായേൽ ചരിത്രത്തിന്റെ അവസാനത്തെ പുസ്തകമാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് മുൻകൂട്ടി ദൈവം ഉപയോഗിച്ചതായ നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നെഹമ്യാവ് മടങ്ങി വരുന്നത് കാണുവാനാണ് സാധിക്കുന്നു. നെഹമ്യാവിന്റെ ദൗത്യം എന്ന് പറയപ്പെടുന്നത് ഇടിഞ്ഞു കിടക്കുന്നതിന് മതിലുകളെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇടിഞ്ഞു കിടക്കുന്ന മതിലിന് എന്താണ് ഇത്ര വലിയ പ്രാധാന്യത ഉള്ളതെന്ന് ചിന്തിക്കണം. ദേവാലയമല്ലയോ എപ്പോഴും വലുത്, ദൈവജനമല്ലയോ എപ്പോഴും വലുത്. എന്നാൽ ഇവിടെ ഓർപ്പിക്കപ്പെടുന്നത് ദേവാലയത്തെക്കാളും ദൈവജനത്തെക്കാളും വലുത് ഒന്നുണ്ട്, അത് മതിലാണെന്നുള്ളത് നെഹമ്യ പ്രവാചകനിൽ കൂടെ വളരെ വ്യക്തതയോടുകൂടി പഠിപ്പിക്കുന്നു. മതിലില്ലെങ്കിൽ ജനമില്ല, മതിലില്ലെങ്കിൽ ആലയമില്ല എന്നുള്ളതായ സത്യമാണ് നെഹമ്യാവ് നമ്മളെ ഓർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇടിഞ്ഞു കിടക്കുന്നത് എന്താണ് എന്നുള്ളതായ വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തെ ഭരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്താണ് ഇടിഞ്ഞു കിടക്കുന്നത്? ദൈവത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു കിടക്കുന്നത്. സെഖരിയ പ്രവാചകനെ പറ്റി ഞാൻ ഓർപ്പിച്ചല്ലോ. നെഹമ്യാവിനെ പറ്റി പ്രവചിച്ചതായ പ്രവചനമാണ് സെഖരിയ പ്രവാചകന്റെ മുക്കാൽ ഭാഗം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ സെഖരിയ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ ഞാൻ അതിനു ചുറ്റും അഗ്നിമതിലായിരിക്കും. ഏതിനു ചുറ്റുമാണ്? യെരൂശലേമിനും യെരൂശലേം ദേവാലയത്തിനും ദൈവജനത്തിനും ചുറ്റും ഞാൻ അഗ്നിമതിലായിരിക്കും എന്നുള്ളതാണ്. അത് 40 വർഷത്തെ മരുഭൂമി പ്രയാണത്തിൽ ദൈവം അത് തെളിയിച്ചു നൽകിയതാണ്. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും തന്റെ ജനത്തെ നയിച്ചവനായിരുന്നതായ ഒരു ദൈവമാകുന്നു. അതുകൊണ്ട് മാത്രമല്ല, രണ്ടാമതായി ചിന്തിക്കുമ്പോൾ ഈ തകർന്നു പോയതായ മതിലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ശത്രുവിൽ നിന്ന് എന്നെ നിങ്ങൾ സംരക്ഷിച്ചതായ മതിലാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവിക സംരക്ഷണത്തിന്റെ മതില് ഇല്ല എങ്കിൽ ജീവിതമില്ല, ആരാധനകളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ശത്രുവിൽ നിന്നുള്ളതായ സംരക്ഷണമാണ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ പിശാച് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ആവുന്നതായ കഴിവുകളും എന്റെ ശക്തികളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഇയ്യോബിനെ ഒന്നും തൊടാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ചുറ്റും മതില് കെട്ടി അവനെ സംരക്ഷിച്ചിരിക്കുന്നതിനാൽ അവന്റെ മതില് ഇടിച്ചു കളഞ്ഞാൽ ഈ ഇയ്യോബിന്റെ മേൽ ഞാൻ പ്രവർത്തിച്ച് കാണിക്കാം. അപ്പോൾ ഇവിടെ ആരാണ് വലുത്? നമ്മൾ പലപ്പോഴും പേടിക്കുന്നത് എന്തിനെയാണ്? അന്ധകാരത്തിന്റെ ശക്തികളെ, പൈശാചിക ശക്തികളെ പലപ്പോഴും ഭയപ്പെട്ടു പോകാറുണ്ട്. ഇവിടെ പിശാച് ഭയപ്പെടുന്നത് ആരെയാണ്? ദൈവം കെട്ടിയതായിരിക്കുന്ന മതിലിനെ അവൻ ഭയപ്പെടുന്നു എന്നുള്ളതാ. അങ്ങോട്ട് കയറുവാൻ കഴിയാതെ വേണം അതിശക്തമായിരിക്കുന്ന ഒരു മതില് ഇയ്യോബിന് വേണ്ടി ദൈവം കെട്ടിവെച്ചിരിക്കുക. നേരുള്ളവനും നിഷ്കളങ്കനും നിർമ്മലനും ദോഷം വിട്ടകന്നവനുമായ ഒരു വിശ്വാസിക്ക് ദൈവം കെട്ടിവെക്കുന്ന മതിലുകളെ അതിജീവിക്കുവാൻ, തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്, ഈ സംരക്ഷണ വലയത്തിനിടയിൽ ആയിരിക്കുന്നത് ദൈവം മതില് കെട്ടി സംരക്ഷിച്ചത് കൊണ്ട് മാത്രമാകുന്നു. അത് യെശയ്യാ പ്രവാചകനിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് അത് ഓർപ്പിക്കുന്നുണ്ട്. യെരൂശലേം ദേവാലയത്തെ മാത്രമല്ല, ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു മതില് കെട്ടിയിരുന്നു എന്നുള്ളത് അതിന്റെ 5-ാം അധ്യായത്തിൽ വായിക്കപ്പെടുമ്പോൾ ഇസ്രായേൽ ഒരു മുന്തിരിവള്ളിയായി ഉപമിച്ചുകൊണ്ട് അതിനു ചുറ്റും വേലി കെട്ടിട്ട് അതിന്റെ മധ്യത്തിൽ ചക്ക് സ്ഥാപിച്ച് അങ്ങനെ മനോഹരമായിരുന്നതായ
ഒരു മുന്തിരി തോപ്പായി അത് വളർത്തിക്കൊണ്ട് വരിക. കാലാകാലങ്ങളിലെ വളങ്ങളും അതിന്റെ കട്ടകളും ഒക്കെ ഉടച്ചു കളഞ്ഞ് ഒരു പ്രതീക്ഷയോട് വളർത്തിക്കൊണ്ട് വരുന്നതായ വലിയൊരു ജനസമൂഹമാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? കാര്യം കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വേലി പൊളിച്ചു കളഞ്ഞു. വേലി പൊളിക്കപ്പെട്ടപ്പോൾ ചെറുകുറുക്കന്മാർ അതിന്റെ അകത്തേക്ക് പ്രവേശിച്ച് അതിന്റെ നടുതലകൾ മുഴുവനും ചവിട്ടി മെതിച്ച് പാഴും ശൂന്യവുമാക്കി മാറ്റപ്പെട്ടു എന്നുള്ളതാ. അതിന് മുന്തിരിക്ക് പകരമായി അവിടെ മുള്ളും പറക്കാരെ കിളിച്ചു വരുന്നത് കാണുവാനാണ് സാധിക്കുന്നു. ഞാനും നിങ്ങളും ഇന്ന് ശൂന്യമായി പോകാതിരിക്കുന്നത്, തകർന്നു പോകാതിരിക്കുന്നത് ദൈവം ചില വേലി കെട്ടിവെച്ചത് കണ്ട പ്രിയപ്പെട്ട ദൈവമക്കളെ, തകർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധ്യം ഹൃദയത്തിൽ ഭരിക്കപ്പെടുന്നെങ്കിൽ ചില മതിലുകൾ തകർന്നു പോയി എന്നുള്ളത് വേദപുസ്തകത്തിൽ കൂടെ വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുക. വേറൊരു മതിലോട് ഓർപ്പിക്കുന്നുണ്ട്, വേർതിരിവിൻ്റെതായിരിക്കുന്ന മതിൽ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിലുള്ളവരെങ്കിലും നിങ്ങൾ ലോകക്കാര് അല്ല, ലോകത്തെയും ദൈവജനത്തെയും തമ്മിൽ വേർതിരിച്ചു നിർത്തുന്നതായ പാപത്തെയും വിശുദ്ധ ജീവിതത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മതിലുണ്ട്. നിങ്ങൾ ലോകത്തിലാണ്, പാപം ബാധിക്കലെ കിടക്കുന്ന സാഹചര്യത്തിലാണ്, പാപത്തിൻ്റെതായിരിക്കുന്ന താല്പര്യം നിന്റെ ജീവിതത്തോടാണ്. ഇതിന്റെ മധ്യത്തിൽ ദൈവം കെട്ടിയൊരു വേലി ഉണ്ടായിരുന്നു, ദൈവം കെട്ടിയതായ ഒരു മതിലുണ്ടായിരുന്നു എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ മതില് എന്ന് പറയപ്പെടുന്നത് ചിലതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തി. ഈ മതിലില്ലെങ്കിൽ പാപം ആർത്തിയോട്, ആവേശത്തോട്, അത്യുഗ്രമായ തീവ്രതയോട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതുകൊണ്ട് ആലയത്തിനല്ല ഇവിടെ പ്രത്യേകത, ജനത്തിനല്ല ഇവിടെ പ്രത്യേകത. ഇതെല്ലാം ഉണ്ടെങ്കിലും മതിലില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ് എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് ഓർമ്മിക്കുക. സദൃശവാക്യം 25-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, സ്വന്തം ആത്മാവിനെ നിയന്ത്രിക്കാത്തവൻ മതിൽ തകർന്ന പട്ടണം പോലെയാണ്. സ്വന്തം ആത്മാവിനെ നിയന്ത്രിക്കാത്തവൻ കഴിയുന്നവൻ ആത്മാവിന്റെ നിയന്ത്രണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്തില ഈ 2025 പുനഃപരിശോധന ചെയ്യുമ്പോഴും ഈ 26-ന്റെ 11 ദിവസങ്ങള് പിന്നിടുമ്പോൾ പത്രവാർത്തകളും മാധ്യമങ്ങളും ഒക്കെ നമ്മൾ നോക്കപ്പെടുമ്പോൾ കാണുവാനാണ് സാധിക്കപ്പെടുന്നു. ആത്മീയ നിയന്ത്രണങ്ങൾ, ആത്മാവിന്റെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു പോയതായ വിശ്വാസ സമൂഹമാണ്. അതുകൊണ്ട് തകർന്നു കിടക്കുന്ന ഈ മതില്, അപ്പോൾ അതിനെ പുനഃസ്ഥാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നഗരത്തിന്റെ മഹത്വമാണ് ഇടിഞ്ഞു കിടക്കുന്ന മതിൽ. അത് ശലോമോൻ രാജാവിനോട് ചോദിച്ചാൽ അറിയാം. തന്റെ കഴിവും തന്റെ ശക്തിയും തന്റെ ധനവും ഉപയോഗിച്ച് മനോഹരമായി താൻ സൃഷ്ടിച്ചതായിരുന്ന ഒരു മതിലാണ് ഇത്. പക്ഷേ ഇത് നഗരത്തിന്റെ, യെരൂശലേമിന്റെ മഹത്വമാണ് ഇടിഞ്ഞു കിടക്കപ്പെടുന്നത്. മാത്രമല്ല നിയമങ്ങളും സാമൂഹ്യപരമായ കാര്യങ്ങളും ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന ഇടമേതായിരുന്നു? ഈ മതിലായിരുന്നു എന്നുള്ള. മതിലിന്റെ അടിയിലാണ് നിയമങ്ങൾ രൂപാന്തരപ്പെടുന്നത്. മതിലിന്റെ അടിയിൽ നിന്നാണ് സാമൂഹ്യപരമായ പ്രവർത്തനത്തിന് ചർച്ചകൾ നടക്കപ്പെടുന്നത്. അതാണ് ഇവിടെ ഇടിഞ്ഞു കിടക്കപ്പെടുന്നത്. അത് മാത്രമല്ല ദൈവത്തിന്റെ രക്ഷയുടെ മതില് ഇടിഞ്ഞു പോയി എന്നുള്ളത് കാണുവാനാണ് സാധിക്കപ്പെടുന്നത്. ഈ ഇടിഞ്ഞു പോയതായ മതിലിനെയാണ് നെഹെമ്യാവ് പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മതില് ഇടിഞ്ഞു പോകാൻ കാരണം? എന്തുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ വരാൻ കാരണം? ഇത്രമാത്രം തീയിട്ട് ഒരു ചണ്ടിക്കൂമ്പാരമായി കോടിക്കണക്കിന് രൂപ മുടക്കി പണിതതായ യെരൂശലേം ദേവാലയം ഇത്രമാത്രം ചാരമായി പോകാൻ കാരണം എന്താണ്? ദൈവത്തിന്റെ പ്രതീക്ഷയെ തകർത്തതായ ദൈവജനമാണ്. ദൈവത്തിന്റെ പ്രതീക്ഷയെ തകർത്തതായ ദൈവജനമാണ്. കഴിഞ്ഞ രാത്രി അച്ഛൻ നമ്മളെ ഓർപ്പിച്ചുവല്ലോ, എന്തിനാണ് 2026 നമുക്ക് നൽകിയത്? അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ദേശത്ത് വർദ്ധിക്കണം, നീ ദേശത്ത് വളരണം, ദേശം കൈവശമാക്കണം. ആവർത്തന പുസ്തകം ഓർപ്പിക്കുന്ന 3 കാര്യമാണ്. ഒന്ന്, ദൈവം ചെയ്ത കാര്യം. 6 മുതലുള്ള വാക്യങ്ങൾ, അധ്യായങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, അതിനുശേഷം ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ കാര്യം. ദൈവത്തിന്റെ ഒരു പ്രതീക്ഷ നമ്മളെ പറ്റിയുണ്ട്. ആ പ്രതീക്ഷയെ തകർത്തത് എന്താണ്? ഒന്ന് അനുസരണക്കേടാണ്, മറ്റൊന്ന് ലംഘനമാണ്, പ്രവാചകന്റെ വാക്ക് അനുസരിക്കാതെ പോയതാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ആരാധന അർപ്പിക്കേണ്ടതായ ദേവാലയത്തിന്റെ അങ്കണത്തിൽ അശുദ്ധമായ കാര്യങ്ങൾ കടന്നു വരുന്നത് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ യെരൂശലേമിനെ നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളക്കാരുടേതായ സ്ഥലമാണ്,
കള്ളന്മാരുടെ ഇടമാണ്. നീതി നഷ്ടപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ടതായ ഇടമായി നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എവിടെയാണ് നമുക്ക് തകർച്ച സംഭവിച്ചത്? ഭവനം തകർന്നു കിടക്കുകയാണോ? ജീവിതം തകർന്നു കിടക്കുകയാണോ? സഭ തകർന്നു കിടക്കുകയാണോ? പ്രാർത്ഥനാ ജീവിതം തകർന്നു കിടക്കുകയാണോ? യാഗപീഠം തകർന്നു കിടക്കുകയാണോ? ആരാധനാ ജീവിതം, വിശുദ്ധ ജീവിതം തകർന്നു കിടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി വരദാസ്ഥാനത്തിലേക്ക് മടങ്ങി വരണം. ഈ പുതിയ വർഷത്തിന്റെ ഒരു വാക്യം അതാ, കർത്താവേ, ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. അതുകൊണ്ട് നെഹമ്യാവ് നമ്മളെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായി അവിടെ ഓർപ്പിക്കപ്പെടുന്നത് 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാ. തകർക്കപ്പെട്ടതിന് പുനഃസ്ഥാപിക്കുന്നവനായിരിക്കണം ഒരു ആത്മായൻ, ഒരു വിശ്വാസി. തകർക്കപ്പെട്ടതിനെ യഥാസ്ഥാനപ്പെടുത്തുന്നവന് ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഹനാനി കടന്നു ചെന്ന് ബാബിലോണിലെ ഗവർണറായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവോട് പറയുകയാണ്, നമ്മുടെ സ്വപ്നമായിരുന്നതായ, നമ്മുടെ ആരാധനയുടമായിരുന്നതായ, നിയമത്തിന്റെ സംവിധാനങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരുന്നതായിരിക്കുന്ന, ദൈവത്തിന്റെ മഹത്വമായ, ദേശത്തിന്റെ അഭിമാനമായിരുന്ന മതില് ഇടിഞ്ഞ് അതിന്റെ 12 വാതിലും തീവെന്ന് പോയി എന്നുള്ള വാർത്ത നെഹമ്യാവ് കേട്ടപ്പോൾ നെഹമ്യാവ് എന്താണ് ചെയ്തത്? 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, അവനിരുന്ന് നിലവിളിച്ചു എന്നുള്ളതാണ്. 2 അവൻ ഉപവസിച്ചു, 3 അവൻ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. 1 അല്ല, 2 അല്ല, 3 അല്ല, 4 മാസം ഇരുന്ന് ദൈവസന്നിധിയിൽ മോങ്ങി അവന് കരഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സത്യമാണ്. തകർച്ചയെ പറ്റിയുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ കരയാനായിട്ട് കഴിയുള്ളൂ. ഒരു തുള്ളി കണ്ണിൽ നിന്ന് വീഴണമെങ്കിൽ എന്റെ ജീവിതത്തെ ഞാനൊന്ന് പുനഃപരിശോധന ചെയ്യണം. എന്റെ പ്രാർത്ഥനാ ജീവിതം തകർന്നെങ്കിൽ, വേദന ഉണ്ടാകുന്നെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര് വീഴുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് തകർച്ചകളെ നോക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇത് കേട്ടപ്പോൾ നെഹമ്യാവ് എന്താണ് ചെയ്തത്? അവനിരുന്ന് നിലവിളിക്കുക. എന്തിനെ ഓർത്താണ്? തകർന്നതിനെ ഓർത്താണ് അവൻ നിലവിളിക്കുന്നത്. നമ്മൾ നിലവിളിക്കേണ്ടത് അത് തന്നെയാണ്. നിലവിളികൾ നിന്നു പോയതാണ് ആത്മീയ ലോകത്തിന്റെ ഏറ്റവും വലിയ അപജയം എന്ന് പറയപ്പെടുന്നത്. ഇന്ന് ആർക്കാണ് കണ്ണുനീരുള്ളത്? ആരാണ് കരയുന്നത്? എന്തിനെ ഓർത്താണ് കരയാനായിട്ടുള്ളത്? സ്വന്തം കുടുംബത്തിന്റെ അകത്ത്, ചുറ്റുപാടുകൾക്ക് അടുത്ത്, സഭയ്ക്കകത്ത്, ദേശത്തിന്റെ അകത്ത് എത്ര ആയിരങ്ങളാ തകർന്നു കിടക്കുന്നത്. ആർക്കാണ് ഒരു വേദന ഉള്ളത്? ഇവിടെ അവൻ നിലവിളിക്കുകയാണ് ഇരുന്നത്. ദൈവജനത്തിന്റെ ഏറ്റവും വലുതായ ആവശ്യമായിരിക്കുന്ന ഒന്നെന്ന് പറയപ്പെടുന്നത് ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയായിരിക്കുന്നത് നിലവിളിയാകുന്നു എന്നുള്ളതാ. അതുകൊണ്ട് വേദപുസ്തകം മുഴുവനും പഠിക്കുമ്പോൾ നിലവിളിക്ക് കൊടുത്ത പ്രാധാന്യം വളരെയാണ്. പുനഃസ്ഥാപിക്കപ്പെടണമോ, പുനർനിർമ്മിക്കപ്പെടണമോ, യഥാസ്ഥാനപ്പെടണമോ, പുതുതായി പണിയപ്പെടണമോ, കരയാൻ തയ്യാറാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കരച്ചില് ഇന്നുണ്ടായ പ്രതിഭാസമല്ല, പിതാക്കന്മാരുടെ കാലങ്ങളിൽ ഉണ്ടായതല്ല, ഇന്നലകളിൽ ഉണ്ടായതല്ല. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ തുടരുന്നതായ ഒരു തുടർച്ചയാണ് നിലവിളി എന്ന് പറയപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അവിടെ ഒരു നിലവിളി തുടങ്ങിയാണ്. ആഗാറിന്റെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുക. ഉൽപ്പത്തിയിൽ നിന്ന് ആരംഭിച്ചതായ നിലവിളി അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. അവൻ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു എന്നുള്ളതാണ്. കരയുന്നവരോട് ഓർപ്പിക്കട്ടെ, തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. എന്തിനെ ഓർത്താണ് നിലവിളിച്ചത്? അതിനെ തുടച്ചു കളയുന്നൊരു ദൈവമുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മരുഭൂമിയിൽ മരണത്തെ മുഖാമുഖമായി കണ്ട് ഒരു സ്ത്രീ ഇരുന്ന് കരയുകയാണ്. അല്പം വെള്ളത്തിന് വേണ്ടി, കുഞ്ഞിന്റെ പ്രാണന് വേണ്ടി, സ്വന്തം ജീവന് വേണ്ടി സാധ്യതയില്ലാത്ത സ്ഥാനത്തിരുന്നുകൊണ്ട്, യാതൊരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്തിരുന്നുകൊണ്ട് അവൾ നിലവിളിക്കുകയാണ്. ആ നിലവിളി മരുഭൂമിയിൽ ആവിയായി പോയില്ല. ആ നിലവിളി ദൈവം ഏറ്റെടുക്കുക. ആ കുഞ്ഞിന്റെ കാൽപാദങ്ങളിൽ നിന്ന് ആരംഭിച്ചതായ ജലനദി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം.
അതുകൊണ്ട് ഈ നിലവിളികൾ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇസ്രായേൽ ജനങ്ങളിൽ നിന്ന് കരഞ്ഞപ്പോൾ ദൈവം ആ കണ്ണുനീര് കേട്ടു. നിന്റെ കഷ്ടതയിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു വിമോചകനെ മോശയെ ദൈവം അയക്കുന്നു. കരഞ്ഞവർക്ക് ദൈവം അയച്ചിട്ടുണ്ട് ചിലത്. അത് മാത്രമല്ല, എസ്തേറിൽ നിന്ന് കരയുന്നത് കാണാൻ സാധിക്കും. എന്താണ്? എന്റെ ജാതി നശിക്കുക, ഈ ദേശത്ത് ഇത്രാം മാസം ഇത്രാം തീയതി ഇന്ന സമയത്ത് യഹൂദനെ കൊന്നുപിടിക്കുക. അവിടെ ജീവിതം സുരക്ഷിതത്വമാണ്, അവർക്ക് കരയേണ്ട ആവശ്യമില്ല. പക്ഷേ സ്വന്തം ജാതിയെ പറ്റിയുള്ള ഒരു വേദന. നമുക്ക് എത്ര പേർക്കാ നമ്മുടെ സമൂഹത്തെ പറ്റി, ക്രൈസ്തവരെ പറ്റി എന്താണ് നമുക്ക് വേദനയുള്ളത്? അവളിരുന്ന് കരയുകയാണ്, അവളെ കണ്ണുനീരും ദൈവം ഒപ്പിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനും ദൈവം മറുപടി നൽകിയാണ്. യെശയ്യാവ് കരയുന്നു. എന്തിനു വേണ്ടിയാ? വീണ് കിടക്കുന്ന ജനത്തെ ഓർത്തുകൊണ്ട് അവൻ കരയുക. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാളവന്റെ ഉടവനെ, കഴുതവന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. കൊക്കും ഇവർ പക്ഷി മടങ്ങി വരാനുള്ള കാലം അറിയപ്പെടുമ്പോ, യഥാസ്ഥാനപ്പെടാനുള്ളതായ സമയം കുറിച്ചു വെച്ചപ്പോ, എന്റെ ജനത്തിന്റെ അടിതൊട്ട് മുടി വരെ പാപത്തിന്റെ വ്രണമാണ്. ഞെക്കിക്കളയാ ആരുമില്ല, എണ്ണ തേപ്പ ഇവിടെ ആരുമില്ലാത്തതായ അവസ്ഥ കണ്ടപ്പോ യെശയ്യാവിരുന്ന് കരയുന്നത് കാണുവാനാണ് സാധിക്കുന്നത്. കരയാൻ വേണ്ടി ജനിച്ചൊരു മനുഷ്യനുണ്ട്. അതാണ് യെരമ്യാ പ്രവാചകൻ, കണ്ണുനീരിന്റെ പ്രവാചകൻ. യെരമ്യാ പ്രവാചക പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാ, കണ്ണുനീരിന്റെ പ്രവാചകനാണ്. കണ്ണുനീര് ചേർത്ത് വെച്ച് ഒരു പുസ്തകം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് വിലാപങ്ങളുടെ പുസ്തകം. ദൈവമേ, അത് അവസാനിക്കുന്നത് എങ്ങനെയാ? ദൈവമേ, ജീവിപ്പിക്കണമേ, മടക്കി വരുത്തണമേ, യഥാസ്ഥാനപ്പെടുത്തണമേ. നിലവിളിക്കാൻ ദൈവം ഒരു പ്രവാചകനെ വെച്ചിട്ടുണ്ട്. കണ്ണുനീർ ചേർത്തിണക്കിയതായ ഒരു വിലാപത്തിന്റെ പുസ്തകമുണ്ട് എന്നുള്ളതായ സത്യം ജീവിതത്തിൽ മറന്നു പോകരുത്. എന്റെ യേശു തമ്പുരാനെ കരഞ്ഞു, യെരൂശലേമിനെ നോക്കി കരഞ്ഞു, കുരിശിൽ കിടന്ന് കരഞ്ഞു. അവൻ പോയ സ്ഥലങ്ങളിൽ പലതിനെയും കണ്ടവൻ കരഞ്ഞു, തന്റെ ശിഷ്യന്മാര് കരഞ്ഞു. പക്ഷേ നമ്മൾ ഇന്ന് കരയുന്നില്ല എന്നുള്ളതാണ്. കരഞ്ഞാൽ കൈവിടുന്നവനല്ല. തകർന്ന ഹൃദയത്തോട് ഒരു തുള്ളി കണ്ണുനീര് കഴിഞ്ഞ കാലങ്ങളിൽ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ അത് തുരുത്തിയിലാക്കി വെച്ച് തക്ക സമയത്ത് മറുപടി തരുമല്ലോ. അച്ഛൻ സ്വാഗതം പറഞ്ഞപ്പോൾ എന്റെ കുടുംബത്തിന്റെ സാഹചര്യം ഓർപ്പിച്ചുവല്ലോ. ഞങ്ങൾ വിവാഹം കഴിച്ച് ചില നാളുകൾ പിന്നിട്ടപ്പോൾ തലമുറയിൽ ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞൊരിക്കലും ഉണ്ടാകില്ല. ഒരു ക്രൈസ്തവ ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ എൻ്റെ ശുശ്രൂഷ ഒരു സുവിശേഷ പ്രവർത്തനമാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സുഹൃത്തെ, നിന്റെ പണം ഇനി കളയരുത്. കാര്യം വൈദ്യശാസ്ത്രം മുന്നിൽ ഒരു കുഞ്ഞൊരുവാകാനുള്ളതായ യാതൊന്നും നിങ്ങളുടെ ശരീരത്തിൽ, രണ്ടുപേരുടെയും ശരീരത്തിൽ ഇല്ല. ഒന്നേ പുരുഷന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രശ്നമാണ്. ഇത് രണ്ടും പ്രശ്നമാണ്. നമ്മുടെ വൈദ്യശാസ്ത്രം വിധി എഴുതി പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഇത് വൈദ്യശാസ്ത്രത്തിന്റെ വാക്കാണ്. എന്നാൽ ദൈവശാസ്ത്രത്തിന്റെ വാക്ക് എന്താണെന്ന് അറിയണമല്ലോ. 3 ദിവസം ദൈവസന്നിധിയിൽ എല്ലാം ഉപേക്ഷിച്ചിരുന്ന ഞാനും എൻ്റെ സഹധർമ്മിണിയും കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, വൈദ്യശാസ്ത്രം പറഞ്ഞത് ഒരിക്കലും ഇല്ല എന്ന് പറയപ്പെടുന്നു. ധനം കൊണ്ടോ മറ്റൊന്നുകൊണ്ടോ നേടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോ നിന്റെ വാക്കെന്താണ്? നീ പറയുന്നു എങ്കിൽ കർത്താവേ, അത് സ്വീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ വില ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തലമുറകളില്ലാത്ത ഒരുവനായി അനേകം അങ്ങനെ ജീവിക്കുകയും ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ആ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നീ വെളിപ്പെടുത്തി തരണം. 3 ദിവസം എല്ലാം ഉപേക്ഷിച്ചിട്ട് പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 3 ദിവസം പ്രാർത്ഥിക്കാനിരുന്നു. 3-ാം ദിവസം ഉച്ചവരെ ഒരു മറുപടി കിട്ടാതെ വന്നപ്പോൾ ഞാൻ മിനിയോട് പറഞ്ഞു, നമുക്കിവിടെ അവസാനിപ്പിക്കാം. ദൈവം പറയുന്നത് നമുക്കിനി ഒരു തലമുറയില്ല എന്ന്. അങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി രാത്രിയിലെ പ്രാർത്ഥന വരെയാണ്. അവിടെ വരെ തുടരട്ടെ. രാത്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആ സന്ധ്യയുടെ പ്രാർത്ഥനയിൽ ഞങ്ങളും 2 പേരും മാത്രമേ ഉള്ളൂ. ഇനി ഒരു ശരീരത്തിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും അവശേഷിക്കത്തില്ല. അതുപോലെ കരഞ്ഞ് തീർത്തപ്പോൾ ദൈവം എവിടെയാ എന്ന് മനസ്സിനുള്ളിൽ ചോദിച്ചപ്പോഴും അവൻ തള്ളിക്കളഞ്ഞു.
എൻ്റെ ജീവിതത്തിൽ ഇന്നത് പറയുമ്പോഴും എൻ്റെ ജീവിതത്തിൽ വളരെ ഭയത്തോടെ പറയുന്നത്, മുറിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. കരഞ്ഞാൽ മുറിയിൽ ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാണ് എന്നോട് പറഞ്ഞത്, ഇസ്രായേൽ വാഴുവാൻ നിനക്കൊരു പുരുഷ പ്രജ ഇല്ലാതെ വരികയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് രാത്രി ഏറ്റെടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞു. 9-ാം മാസം പിന്നിട്ട് 10-ാം ദിനം എഴുതി വെച്ച് വേദപുസ്തകത്തിന്റെ അകത്ത് ദൈവം പറഞ്ഞ ദിവസം ഒരു കുഞ്ഞ് ജനിച്ചു. 6 മാസമായപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, വൈദ്യശാസ്ത്രത്തിന്റെ അല്ലിക്കുഞ്ഞ്, എന്റെ തലി കുഞ്ഞ്, നിന്റെ കുഞ്ഞിന് നീ പേരിടണം. 6 മാസമായപ്പോൾ അവനോട് വീണ്ടും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്കാണ്, ഇസ്രായേലിന്റെ ആദ്യജാതന്റെ പേര് അവൻ ഇടണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് കുഞ്ഞിന് രൂപൻ എന്ന് പേരിടാനുള്ള കാരണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിലവിളിക്കപ്പുറത്ത് കാലെടുത്ത് നിൽക്കുന്നവനല്ല ദൈവം. നെഹെമ്യാവ് മോങ്ങിക്കരഞ്ഞെങ്കിൽ ആ കണ്ണുനീരിന് അപ്പുറത്ത് പോകില്ല. അതുകൊണ്ട് ബെത്ലഹേമിൽ ഇത്രയും അമർച്ചയുണ്ടായിട്ടും അവൻ അധികം നിലവിളിച്ചപ്പോ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? റെബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഇന്ന് രാത്രി ജീവിതത്തിന്റെ അസാധ്യങ്ങളുമായി ഈ ഹോളിനുള്ളിൽ, ഈ പന്തലിനുള്ളിൽ ഇരിക്കുന്നെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അബ്രഹാമിന്റെ നിർജീവമായിരുന്ന അവസ്ഥകളെ, സഖ്രിയാവിന്റെ നിർജീവമായിരിക്കുന്ന അവസ്ഥകളെ ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എല്ലാം സൃഷ്ടിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് നെഹെമ്യാവ് എന്ത് ചെയ്തത്? അവൻ ഇരുന്ന് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാണ്? കരയുന്നത് കാണുവാനാണ് സാധിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേക സ്ഥലത്തിരുന്ന് കരയാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പകൽ കരഞ്ഞവരുണ്ട്, യാമാരംഭത്തിൽ കരഞ്ഞവരുണ്ട്, വഴികളിൽ കരഞ്ഞവരുണ്ട്, മരുഭൂമിയിൽ കരഞ്ഞവരുണ്ട്, ദേവാലയത്തിൽ കരഞ്ഞവരുണ്ട്, കൊട്ടാരത്തിൽ കരഞ്ഞവരുണ്ട്, മാബേ നദീതീരത്തിരുന്ന് ഏകലടിച്ച് കരഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞത്, കൊട്ടാരം മുതൽ കൊട്ടിൽ വരെ കണ്ണുനീരിന്റെ താഴ്വാരമില്ല. അതുകൊണ്ട് നെഹെമ്യാവ് ഒന്നാമതായി പുനഃസ്ഥാപനത്തിന് വേണ്ടി, യഥാസ്ഥാനത്തിന് വേണ്ടി അവൻ ആദ്യമായി ചെയ്തത് എന്താണ്? ദൈവസന്നിധിയില് അവൻ നിലവിളിക്കുകയാണ്. ഇവിടെ തകർന്നു കിടക്കുന്നത് എന്താണെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. എന്താണ് തകർന്നു കിടക്കുന്നത്? ഒരിക്കലും തകരില്ല എന്ന് വിശ്വസിച്ചതാണ്, ആർക്കും തകർക്കാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ചതാണ് ഇവിടെ തകർന്നു കിടക്കുന്നത്. ഞാനും നിങ്ങളും ചിലതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ഇതൊരിക്കലും തകരില്ല, ആർക്കും തകർക്കാൻ കഴിയത്തില്ല. ദൈവം കൊടുത്ത ജ്ഞാനത്തിന്റെ ഒരു പൂർണ്ണ രൂപമാണ് യെരൂശലേം. ആർക്കാണ് തകർക്കാൻ കഴിയുന്നത്? ആർക്കും തകർക്കാൻ കഴിയാത്തതാണ് ചാരമായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ആർക്കും തകർക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ തകർക്കുന്നതായ ഒരവസരമുണ്ട് എന്ന് മറന്നു പോകരുത്. അതെന്തുകൊണ്ടാണ് തകർക്കപ്പെടുന്നത് എന്നുള്ളത് ഞാൻ മുമ്പ് ചിന്തിച്ചുവല്ലോ. അതുകൊണ്ട് ഒരിക്കലും തകരില്ല എന്ന് പറഞ്ഞതാണ് തകർന്നു കിടക്കുന്നത്. അത് കേട്ടപ്പോഴാണ് നെഹെമ്യാവ് എന്ത് ചെയ്തത്? ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുന്നത് കാണുവാനാണ് സാധിക്കുന്നു. എന്താ ദേവാലയം അവർക്ക് നൽകിയ കണ്ണുനീരെന്ന് പറയുന്നത്? മണ്ണും ദേവാലയവും യെരൂശലേമും എന്നൊക്കെ പറയുന്നത് ദൈവജനത്തിന്റെ ഹൃദയമാണ്. അതാണ് തകർന്നു കിടക്കുന്നത്. അത് മാത്രമല്ല, ജനത്തിന്റെ സ്വപ്നമാണ് ഈ ചാരമായിട്ട് കിടക്കുന്നത്. ദൈവജനത്തിന്റെ ദർശനമാണ് ഇവിടെ ചാരമായിട്ട് കിടക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ ഇരിപ്പിടമായ ദേവാലയമാണ് തകർന്നു കിടക്കുന്നത്. ദാവീദിന്റെ സിംഹാസനമാണ് തകർന്നു കിടക്കുന്നത്. യെരൂശലേമിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: മഗതിയായിരുന്നവൾ അവൾ വിധവയായിപ്പോയി. യെരൂശലേം തകർന്നപ്പോൾ അവൾ വിധവയായി പോകുന്ന കാണുവാൻ സാധിക്കും. എല്ലാ രാജ്യത്തിന്റെ നായകന്മാരായിരുന്നപ്പോൾ വിചാരകരായി അവർ മാറുകയാണ് ചെയ്തത്. യഥാസ്ഥാനപ്പെടുത്തുവാൻ, പുനഃസൃഷ്ടിക്കുവാൻ, പുനർനിർമ്മിക്കുവാൻ
എൻ്റെ ദൈവം ഈ രാത്രിയിൽ ഈ 2026 11-ാം തീയതി രാത്രി കൺവെൻഷന്റെ അവസാന രാത്രിയിൽ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവമേ നിലവിളിക്കാം, എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ. അതിനൊരു ചുറ്റുപാടുകളെ രൂപാന്തരപ്പെടുത്തേണ്ടവരാണ് ഞാനും നിങ്ങളും. പക്ഷേ ഇന്ന് ചുറ്റുപാടിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഞാനും നിങ്ങളും. ചുറ്റുപാടിനെ രൂപാന്തരപ്പെടുത്തേണ്ടവർ ചുറ്റുപാടിനോട് ചേർന്ന് നിൽക്കുക. അതിൽ വീഴുക എന്ന് പറഞ്ഞാൽ ജനം വീണു എന്നതാണ് ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ. വീഴ്ചയിൽ നിന്ന് പാഠം പഠിക്കാതെ ജനം വീഴ്ച ശീലമാക്കുക. ഇസ്രായേൽ ജനത്തിന്റെ തകർച്ചയുടെ കാരണം അതാണ്. ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന്റെ കാരണം അത് തന്നെയാണ്. വീഴ്ചയെ തിരിച്ചറിയാതെ, വീഴ്ചകളെ പറ്റി പാഠം പഠിക്കാതെ വീഴ്ച ശീലമാക്കി മാറ്റുന്നതായ ഒരു സമൂഹമായി മാറുകയാണ്. ഈ ശീലങ്ങളും ശൈലികളുമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ആരാണ്? ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വിശുദ്ധ സന്തതിയാണ് ഞാനും നിങ്ങളും എന്നുള്ളത് മറന്നു പോകുന്നത്. അതുകൊണ്ട് പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജപുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ജനമായിരിക്കുന്ന സന്തതിയുടെ പ്രത്യേകത എന്താ? തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, രാജപുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇന്ന് പ്രവാസികളാണ്, പിടിക്കപ്പെട്ടവരെ, സ്വാതന്ത്ര്യമില്ലാത്തവരാണ്. അതുകൊണ്ട് പ്രവാസ ജീവിതത്തിൽ നിന്ന് മടങ്ങി വരാൻ ദൈവം ആഗ്രഹിക്കുക. രാജ്യപുരോഹിത വർഗമായി ശുശ്രൂഷ ചെയ്യേണ്ടവർ, ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടവർ പെട്ടകം നഷ്ടപ്പെട്ട് ആലയം നഷ്ടപ്പെട്ടതായ അവസ്ഥയിലാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് ആലയത്തിലെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടേയിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഒരു മടങ്ങി വരവ് ചിലത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ആരാധന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വിശുദ്ധ ജനമായിരിക്കേണ്ടവര് ജാതികളോട് ഇടകലർന്നിരിക്കുക, സ്വന്തം ജനമായിരിക്കേണ്ടവര് അന്യ സംസ്ഥാന ജനമായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജപുരോഹിത വർഗവുമാണ് ഞാൻ നിങ്ങൾ. അതുകൊണ്ട് യോവേൽ പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ കൂടി പറഞ്ഞതായ ഒരു അടുപ്പാണ്, നിങ്ങൾ അന്ത്യകാലത്ത് നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദൈവം ആഗ്രഹിച്ചതായ ഒരു സമൂഹമാണ് ഞാനും നിങ്ങളുമെങ്കിൽ നിങ്ങളുടെ പുത്രന്മാരുടെ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന് അവര് പ്രവചന ഭാഗമായി അവര് മാറ്റപ്പെടേണ്ട കാലത്ത് ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണേണ്ടവരാണ്, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കേണ്ടവരാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട്, പുനർനിർമ്മിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് കഴിയും. രണ്ടാമതായിട്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2-ാം അധ്യായം അതിന്റെ 20-ാം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആയാൽ അവരുടെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, നിങ്ങൾക്കോ യെരൂശലേമിൽ നിന്ന് ഓഹരിയും അവകാശവും ജ്ഞാപകമില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്നുള്ളത്. രണ്ടാമതായി, ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നവരായിരിക്കണം ഒരു വിശ്വാസി എന്ന് പറയപ്പെടുന്നത്. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രകളിൽ എത്രയോ പ്രാവശ്യം ശത്രു ആത്മീയ ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ആ തകർച്ച തിരിച്ചറിയാതെ ജീവിതം മുന്നോട്ട് ഞാനും നിങ്ങളും കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സംഗതിയാണ്. അതുകൊണ്ട് ശത്രുവിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയണം. ഇവിടെ എന്തായിരുന്നു അവരുടെ തന്ത്രങ്ങൾ? സന്മനത്വം തോതിയാവും മതിൽ പണിക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. അവർ എതിരായിട്ട് ഉപയോഗിച്ചതായ ആയുധങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവർ പരിഹസിക്കാനായിട്ട് തുടങ്ങി, നിന്ദിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ ചെറിയ ചെറിയ ആയുധമാണെന്ന് വിചാരിക്കുന്നത്. ഒരു വിശ്വാസി ഒന്ന് പരിഹസിച്ച് നോക്കിക്കരുത്. വേദപുസ്തകം വെച്ചിട്ട് വീട്ടിൽ പോയി ചുമ്മാതൊരു വാക്ക് പറഞ്ഞാൽ മതി. പരിഹസിക്കപ്പെടുമ്പോൾ സഹിക്കില്ല.
നിന്ദിക്കപ്പെടുമ്പോൾ ആഴമേറിയ ഒരു ആയുധത്തിന്റെ കുത്താണ് ഏൽക്കപ്പെടുന്നത്. മൂന്നാമതായി അവർ ഓർപ്പിച്ചത് മനസ്സ് തകർത്ത് കളയുക. ഈ പണി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ശത്രുവിന്റെ മൂന്നാമത്തെ ആയുധം മനസ്സ് തകർത്ത് കളയുക. നമുക്കൊരു രോഗമുണ്ടായാൽ, ഒരു കടഭാരമുണ്ടായാൽ, ഒരു ജോലി ഇല്ലാതെ പോയാൽ, ചില ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മുടെ മനസ്സുകൾ എന്താണ്? തകർന്നു പോവുകയാണ്. അതുകൊണ്ടാണ് പക്ഷപാത രോഗിയോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്. എത്രയോ പ്രാവശ്യം, എത്രയോ ആയിരങ്ങൾ സൗഖ്യമായി പോയത് കൊളക്കരയിലാണ് കിടക്കുന്നത്. മനസ്സ് തകർന്നു പോയി. ശത്രു ഉപയോഗിച്ച ആയുധത്തിൽ അവൻ ജീവിക്കുക. നിനക്ക് മനസ്സുണ്ടോ? മനസ്സ് തകർത്ത് കളയുന്ന സംഭവങ്ങൾ, മനസ്സ് തകർത്ത് കളയുന്ന വിഷയങ്ങൾ, മനസ്സ് തകർത്ത് കളയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. ശത്രുവിന്റെ ആയുധങ്ങൾ ഇതാണ്: നിന്ദിക്കുക, പരിഹസിക്കുക, മനസ്സ് തകർക്കുക. മറ്റൊരു ആയുധമായിരുന്നു, വാക്യം വായിക്കാൻ സമയമില്ലല്ലോ, മതം ഉപയോഗിച്ച് കലഹിക്കുക. നമ്മൾ വിചാരിക്കുന്നത് മതത്തിന്റെ കലഹം ഈ നൂറ്റാണ്ടിൽ ഒരു പ്രത്യേക സമൂഹം വന്നതുകൊണ്ടുണ്ടായി എന്നുള്ളത് ആരും വിചാരിക്കരുത്. നെഹമ്യാവിന്റെ കാലം തൊട്ട് മതം കലഹത്തിന് ഉപയോഗിച്ച ആയുധമാണ്. മതം കലഹത്തിന് ഉപയോഗിച്ചതായ ഒരു ആയുധമാണ്. അപ്പോൾ മതം ഉപയോഗിച്ച് തന്റെ ജനത്തിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വേണം അതിനെ തകർത്ത് കളയുന്നതായ അനുഭവങ്ങൾ. അഞ്ചാമതായി രാഷ്ട്രീയ ഉപരോധം ഏർപ്പെടുത്തുക. നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നത് രാഷ്ട്രീയ ഉപരോധം ഏർപ്പെടുത്തുക. സന്മനത്വം തോന്നിയാവും മാത്രമല്ല, അപ്പൊ അരാബിയരും അമോനരും അസ്തോദ്യരും ഈ മൂന്ന് സമൂഹം ഒരിക്കലും തമ്മിൽ ചേരുന്നവരല്ല, തമ്മിൽ ചേരാൻ പാടില്ലാത്തവരുമാണ്. പക്ഷേ ഒരു ദൈവ പണിയെ ദൈവ അല്ലെങ്കിൽ ഒരു ഈ ആലയത്തിന്റെ ഈ മതിലിന്റെ പണിക്കെതിരെ ഇവർ ഒരുമിച്ച് കൂടുകയാണ്. നമുക്കറിയാം ശത്രുവിന്റെ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ശത്രുവിന്റെ ഐക്യത ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. തകർക്കാൻ ശത്രുവിന് ഒരു ഐക്യം. ഇന്നലെയൊക്കെ മാറി മറിഞ്ഞ് നിന്നവരൊക്കെ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുക. ശത്രുവിനൊരു യൂണിറ്റി ഉണ്ട്. അവന്റെ യൂണിറ്റി എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? തകർക്കാൻ വേണ്ടിയാണ്. അത് ഫലകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരിക്കലും ചേരാത്ത അരാബ്യരും അമോന്യരും അസ്തോദ്യരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? ശത്രുവിന്റെ ഈ ഐക്യതയോട് ഈ ദേവാലയത്തിന്റെ മതിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തകർത്ത് കളയുന്നത് കാണുവാനാണ് സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ജനത്തിനൊരു നിരാശയാണ്. എന്നാൽ ഒരു കാര്യം ഞാനും നിങ്ങൾ ചിന്തിക്കണം, പണിയാൻ ദൈവജനത്തിന് ഐക്യതയുണ്ടെന്നുള്ളത്. തകർക്കാൻ ശത്രുവിന് ഐക്യതയുണ്ട്, പണിയാൻ ദൈവജനത്തിന് ഇന്ന് ഐക്യതയില്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കണം. ആലയങ്ങൾ ഉൾത്തറകളൊക്കെ ആത്മീയ മേഖലയിലൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരോട് ഇപ്പോൾ പൂവത്തൂര് പള്ളി എന്ന് പറയപ്പെടുന്നത് ഇവർക്ക് എല്ലാവർക്കും അടുത്തുള്ള സ്ഥലമാണ്. പ്രാവിനെ കൊണ്ട് ഇതുപോലെ ശല്യമുള്ളൊരു പള്ളി വേറെ ഇല്ല. കല്ലുകൊണ്ട് കെട്ടിയ പീർ സാഹിബ് നിർമ്മിച്ച് നൽകിയത് ഇന്നും അതുപോലെ തന്നെ നിൽക്കുക. അതിന് വേലി കെട്ടി നോക്കി, മുള്ളു വെച്ച് നോക്കി, പലക വെച്ച് അടിച്ച് നോക്കി, ഇതൊന്നും ഉപരോധമല്ല അവർക്ക്. അവരതിൻ്റെ അകത്ത് കയറും, മുട്ടയിടും, ആഴം വെക്കുമ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കും. ആവശ്യമായ കാഷ്ടങ്ങളൊക്കെ അതിൻ്റെ അകത്തിട്ട് ആകെ ഒരു അസ്വസ്ഥതയാണ്. എന്തുകൊണ്ടാ ഈ പ്രാക്കളൊക്കെ ഈ പള്ളിക്കകത്ത് ചേർക്കുന്നതിന് കാരണമുണ്ട്. ആകെപ്പാടൊരു ആരാധനയും സമാധാന അന്തരീക്ഷം എവിടെയുള്ളൂ? പള്ളിക്കകത്തേ ഉള്ളൂ. അവിടെ മുട്ടയിടാൻ പറ്റിയ സ്ഥലം, തമ്മിൽ സംസാരിക്കാൻ പറ്റിയ സ്ഥലമാണ്, ആരാധിക്കുമ്പോൾ ചേർന്ന് ആരാധിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഇന്ന് പൂവത്ത് പള്ളി ചെന്ന് നോക്ക്, ഒരു പ്രാവ് കൊണ്ട് ശ്രീ പീറ്റ് സാഹിബ് വെച്ച സമയത്ത് ഉണങ്ങിയ പ്രാവിനെ പോലും കിട്ടത്തില്ല. കാര്യം മനസ്സിലായല്ലോ. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. തകർക്കാൻ ശത്രുവിന് ഐക്യതയുണ്ട്, പണിയാൻ ദൈവജനത്തിന് ഐക്യതയില്ല. അത് കാണണമെങ്കിൽ ആദ്യ നൂറ്റാണ്ടില് ആത്മാവിനാൽ രൂപപ്പെട്ടതായ ആദിമ സഭയാണ് അതിന്റെ പാഠങ്ങൾ എന്ന കാര്യത്തിൽ മറന്നു പോകരുത്. വിശ്വസിച്ച കൂട്ടം ഏകഹൃദയവും ഏകാത്മാവും ഏക മനസ്സുമുള്ളവരായി ഒരുമിച്ച് നിന്നപ്പോ എന്താ സംഭവിച്ചത്? 16 പേരുടെ ശരീരത്തിൽ ബന്ധിക്കപ്പെട്ടതായ, 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായ പൗലോസും സീലാസും, പത്രോസിന്റെ ഒക്കെ ജീവിതം കാരാഗ്രഹ ജീവിതമാണ് ഞാൻ ഓർപ്പിച്ചത്.
കൈകാലിൽ ആമങ്ങളിട്ട് പൂട്ടപ്പെട്ടിരിക്കുന്നു. 3 ഗേറ്റിന്റെ ഉള്ളറയിൽ കടക്കിയ ഒരു സാധ്യതകളുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓർത്തുകൊള്ളണം, ഒരു കൊച്ചു സഭ അവിടെ ഓർപ്പിക്കുന്നത് എടുത്ത് അണ്ടർലൈൻ ചിന്തിക്കണം. വിശ്വസിച്ച കൂട്ടം ഏക മനസ്സും ഏക ഹൃദയവും ഏക ആത്മാവുള്ളവരായി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ 16 പേരുടെ കയ്യിൽ നിന്ന് ചങ്ങല താഴെ വീണത് അവരറിഞ്ഞില്ല. ആമം പൊട്ടിത്തെറിച്ചത്, ഗേറ്റുകൾ തുറന്നത് അറിഞ്ഞില്ല. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? ഇന്നും കേരളത്തിന് ഉണർവുണ്ടാകണമെങ്കിൽ, ഇന്ത്യ രൂപാന്തരപ്പെടണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വിശ്വാസ സമൂഹം പകുതി ഒരു മനസ്സ്, ഒരു ഹൃദയം, ഒരാത്മാവ്. നിങ്ങൾക്കറിയാമായിരിക്കും, മരിക്കൽ മത്തമ്മപ്പള്ളിയിൽ ഒരു കുഞ്ഞിന്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ സമത്തോക്കെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവ് കുവൈറ്റിൽ ജോലി ചെയ്യുക, അമ്മ ഈ കുഞ്ഞിനെ വളർത്തി ഭവനത്തിൽ. +2 ആദ്യ മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് പനി പിടിച്ചു. ആ പനിയുമായിട്ട് കേരളത്തിലുള്ളതായ വിദഗ്ധമായ എല്ലാ ഹോസ്പിറ്റലിലും പോയി. ആർക്കും കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുന്നില്ല. ആഴ്ചകൾ നന്നായി മാറുകയാണ്. ആഹാരങ്ങൾ കഴിക്കാൻ കഴിയുന്നില്ല, കൊടുക്കാൻ കഴിയുന്നില്ല. അതിതീവ്രമായ പനി, അതിനോട് ചേർന്ന് ഇൻഫെക്ഷൻ, അതിനോട് ചേർന്ന് ശരീരം ക്ഷയിച്ചു കൊണ്ടിരിക്കുക. ആന്റിബയോട്ടിക്കുകൾ മാറി മാറി അനേകത ഹോസ്പിറ്റലിൽ കൊടുത്തു നോക്കി, രക്ഷയില്ല. ഏറ്റവും ഒടുവിൽ അവിടെ ശരീരം മരണത്തോട് അടുക്കുക. കൂടെ പഠിച്ചതായ 2 കുഞ്ഞുങ്ങൾ, 3 പേർ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് പോകാറുള്ളത്. ഒരുമിച്ച് ഒരു ബസ്സിൽ കയറി ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് മടങ്ങി വന്നതായ സുഹൃത്തുക്കളാണ് ഇവർ. ഞങ്ങളുടെ സഹോദരി ലോകത്തോട് യാത്ര പറയുന്നു എന്ന് കേട്ടപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സഹിച്ചില്ല. 4 മണിയായപ്പോൾ മടങ്ങി വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ആ താക്കോൽ എനിക്ക് തന്നെ. 2 കുഞ്ഞുങ്ങൾ പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചു പറഞ്ഞോ, എൻ്റെ കൂട്ടുകാരി മരിക്കാൻ അച്ഛനും അറിയാമല്ലോ, ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവത്തോട്. അവൾക്കൊരു വിടുതൽ അല്ലെങ്കിൽ ശാന്തമായ സുബോധത്തോടൊരു മരണം ദൈവം നൽകട്ടെ എന്നൊരു പ്രാർത്ഥന അർപ്പിക്കാൻ അവൾ പ്രാർത്ഥന ആരംഭിച്ച് 2 പേരും ആ മധുവായി മുട്ടുമുടക്കി കണ്ണുനീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും ചേർന്നു, ആ പള്ളിയിൽ അന്മാരും ചേർന്നു. എന്നും 4 മണി മുതൽ 5 മണി വരെ പ്രാർത്ഥന തുറന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഈ കുഞ്ഞ് IC യൂണിറ്റിൽ വെന്റിലേറ്ററിൽ കിടക്കുക. ഓരോ ദിവസം കഴിയുമ്പോഴും ഭക്ഷണം, ആന്തരാവയവങ്ങൾ മുഴുവനും ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുക. മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതാണ് ഡോക്ടർ. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഭർത്താവിനെ മടക്കി വെത്ത് കാര്യം വെന്റിലേറ്ററിൽ ഓടിയിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല, വെന്റിലേറ്റർ മാറ്റണം, കുഞ്ഞ് മരിക്കും. അതുകൊണ്ട് അപ്പൻ മടങ്ങി വന്ന് അവസാനമായി കുഞ്ഞിനെ കണ്ട് വെന്റിലേറ്റർ മാറ്റാൻ, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒപ്പിടാൻ വേണ്ടി കടന്നു വരാൻ. അപ്പൻ കടന്നു വന്നപ്പോഴാണ് വിവരം പറയുന്നത്. അവസാനമായി ഈ ICUവിലേക്ക് അപ്പൻ ഈ കുഞ്ഞിനെ നോക്കിയപ്പോൾ മകളെന്ന് പോലും പറയാൻ കഴിയാത്ത ഗുണം അത്ര വിരൂപമായി മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഇപ്പോഴത്തെ അതിശക്തമായ പ്രാർത്ഥന, അപ്പുറത്തെ മരണത്തിന്റെ താഴ്വാരങ്ങളിലേക്ക് അവൾ കടന്നു പോവുകയാണ്. ഒപ്പിട്ട് കൊടുത്തു പിതാവ്. വെന്റിലേറ്റർ ഊരി മാറ്റി. 2 ഡോക്ടർമാരും 2 നേഴ്സുമാരും, ഒരു ഡോക്ടറിൽ ഒരു വൈപ്പാടുണ്ട്, ഒരു പാടുണ്ട് കയ്യിൽ. അതിനകത്ത് അദ്ദേഹം എഴുതിയ രാത്രി 8 മണിക്കാണ് സംഭവം. 8 മണിയിൽ എഴുതി കുത്തിട്ട് സെക്കൻഡ് എന്നുള്ളത് എഴുതാൻ തുടങ്ങുമ്പോൾ അടുത്തിരുന്ന ഡോക്ടർ പറഞ്ഞു, കാലിനൊരു ചലനം, ഒരു വിരൽ അനങ്ങുന്നത് പോലെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, അത് സാധാരണ ആയിരിക്കാം, വെന്റിലേറ്റർ മാറ്റുന്നതായിരിക്കാം. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും 8 കുത്തിട്ടിട്ട് 15 എഴുതാൻ തുടങ്ങിയപ്പോൾ അടുത്ത ഡോക്ടർ പറഞ്ഞു, കണ്ണു തുറന്ന പോലെ എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, അവസാനമായി നമ്മുടെ വീട്ടിലൊക്കെ അനേക അമ്മച്ചിമാർ മരിച്ചിട്ടുണ്ട്, അച്ഛന്മാർ. അവസാനമായി മരണയാത്ര പറയുമ്പോൾ കണ്ണു തുറന്ന് അടുത്ത് നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് എന്നേക്കുമായി അടച്ചിട്ട് അവർ എന്നേക്കുമായി യാത്ര പറയാറുണ്ട്. അതായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. വീണ്ടും എഴുതാൻ തുടങ്ങിയ നേഴ്സ് പറഞ്ഞില്ല, എന്തോ അനക്കങ്ങൾ അങ്ങിങ്ങാട്ട് കാണുന്നു.
ഡോക്ടർ വാക്സിനേഡ് കൊടുത്തിട്ട് പൾസ് പിടിച്ച് നോക്കിയപ്പോൾ ചെറിയ അനക്കങ്ങൾ ആരംഭിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, അവൾ ജീവിതത്തിലേക്ക് ഒരു സാധാരണ പെൺകുട്ടിയായി ജീവിതത്തിൽ ഒരുമിച്ചതെന്നാണ്. തകരാത്തതൊന്നുമില്ല. മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഇന്നും അവള് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ആദ്യ നൂറ്റാണ്ടില് സഭ ചെയ്തതെന്താണ്? ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ശത്രുവിനെ തകർക്കുന്ന ആയുധം എന്താണ്? ഏക മനസ്സ്, ഏക ഹൃദയം, ഏക ആത്മാവ്. കർത്താവ് എന്റെ നാമത്തിൽ 1, 2, 3 പേർ കൂടി വന്നാൽ അവർ മധ്യേ ദൈവത്തെ ഇറക്കുന്നതായ അനുഭവമാണ് ഏക മനസ്സും ഏക ആത്മാവും ഏക ഹൃദയം എന്നുള്ളതായ സത്യം ഞാനും നിങ്ങളും മറന്നുകൊണ്ട് പോകരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തെ നിരാശപ്പെടുത്തുന്നതായ അനുഭവമാണ്. അതുകൊണ്ട് പോർക്കളത്തിൽ നിൽക്കുന്നതായ ദൈവത്തിന്റെ ജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമകൻ ജനങ്ങളെ, പോർക്കളത്തിലാണ് നാം നിൽക്കുന്നത്. തകർച്ചകൾ ഉണ്ടാകാം, തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതിൽ എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായം 10 മുതൽ 17 വരെ വാക്യങ്ങൾ വായിക്കുന്നത്, രക്ഷ എന്ന ശിരസ്സും നീതി എന്ന കവചവും സത്യത്തിന്റെ അരക്കെട്ടും സമാധാനത്തിന്റെ സുവിശേഷവും ഒക്കെ കയ്യിലേന്തിക്കൊണ്ട് പോർക്കളത്തിൽ നിൽക്കണം. ആയുധമില്ലാത്തവർ പോർക്കളത്തിൽ നിന്നാൽ പട്ടുപോകും. അങ്ങനെ അനവധി പ്രഗത്ഭന്മാർ, വിശ്വാസവീരന്മാർ പട്ടുപോയ പോർക്കളത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അതുകൊണ്ട് അവന്റെ തന്ത്രങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ തകർച്ചകളെ തിരിച്ചറിഞ്ഞ്, ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് പണിയാനായി തുടങ്ങണം. എന്തൊക്കെ പണിയേണ്ടത്? മതിൽ പണിയണം. അതിനുശേഷം 12 വാതിലാണ് തീവത്തി കിടക്കുന്നത്. നമുക്കറിയാം, ഈ വാതിലിന് ഒത്തിരി പ്രത്യേകത പറയാനായിട്ടുള്ളതായ സമയമില്ല. 2 വാതിലിനെ പറ്റി ഓർപ്പിക്കട്ടെ. അത് പ്രധാനപ്പെട്ടതായ 2 വാതിൽ. ഒന്ന് ആട്ടിൻ വാതിലാണ്. ആട്ടിൻ വാതിൽ എന്തിനു വേണ്ടിയാണ്? യാഗത്തിന് വേണ്ടി, ദൈവപ്രസാദത്തിന് വേണ്ടി, ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി, പാപത്തിന്റെ മോചനത്തിന് വേണ്ടി, ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതായ ആടുകൾ കയറി പോകുന്നതായ ഇടമാണ് ആട്ടിൻ വാതിൽ. അവിടെ പുരോഹിത ബലിയിൽ പരിശോധന നടത്തും. ഇത് ഊനമുള്ളതാണോ, ദീനമുള്ളതാണോ, കുറവുള്ളതാണോ, മേധസ്സുള്ളതാണോ? ഈ പുരോഹിതന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ യാഗം കഴിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഈ വാതിൽ തീവത്തെ കിടക്കുന്നത്. ജീവിതത്തിന്റെ പുനഃപരിശോധന നഷ്ടപ്പെട്ടു പോയ വാതിൽ, അത് തീവത്ത് കിടക്കുക. എങ്ങനെയും ആരാധിക്കാം, ഏത് രീതിയിലും യാഗം അർപ്പിക്കാം, എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. കാരണം എന്താണ്? ആട്ടിൻ വാതിൽ തീവത്ത് കിടക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു വാതിലാണ് കുപ്പക്കുന്ന് വാതിൽ. അത് വിശ്വാസി കൊണ്ടായിരിക്കേണ്ട ഒരു വാതിലാണ്. കാര്യം മാലിന്യങ്ങള് പുറത്തേക്ക് തള്ളുന്നതായ ഒരു വാതിലാണ് കുപ്പക്കുന്ന് വാതിൽ എന്ന് പറയപ്പെടുന്നത്. അതും തീവത്ത് കിടക്കുകയാണ്. ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ മാലിന്യങ്ങൾ കൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഇതിനെ പുറത്തേക്ക് തള്ളാൻ കഴിയാതെ ഈ മാലിന്യമായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? കർത്താവ് പറഞ്ഞു, എന്റെ ജനം ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണം, മാലിന്യപ്പെടാത്തവരായിരിക്കണം. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ്. അതുകൊണ്ട് മാലിന്യം പുറന്തള്ളുന്ന വാതിൽ തീവെന്താണ് കിടക്കുന്നെങ്കിൽ അതിനെ പുനഃസ്ഥാപിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ഒരു മനുഷ്യനാണ് ഭക്തനായ സാധു കൊച്ചു ഗന്ധീസ്. എൻ്റെ വീടിൻ്റെ ബാഗ് പമ്പാ നദിയാണ്. അതിൻ്റെ തൊട്ട് അപ്പുറത്തെ ആ അക്കരയും ഇക്കരയുമാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു കാലത്ത് ഒത്തിരി കൺവെൻഷൻ അവിടെ നടന്നിട്ടുണ്ട്. കൊച്ചിലെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരൊക്കെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ പ്രായമായപ്പോൾ ആ ഭക്തൻ പ്രാർത്ഥിച്ച അറ പോയി കാണാനും അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം എനിക്കൊരു അവസരം നൽകി. തന്റെ ജീവിതം കടന്നുപോയതായ വലിയൊരു പ്രതിസന്ധിയുടെ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ഒരു അനുഭവമാണ്. ജീവിതത്തിൽ ഒരു നേരം മാത്രം, ഉച്ചയ്ക്ക് മാത്രം കഴിക്കുന്ന ഭക്തൻ, അതും നിഷേധിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോയതായ ജീവിത സാഹചര്യത്തിൽ കൊണ്ട് താൻ കടന്നുപോവുകയാണ്. തൻ്റെ അരവാതിൽ തുറന്നിട്ട്
മുന്നിലേക്ക് റോഡിലേക്ക് നോക്കി നിൽക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീടും ആ ആലയമൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് പറയുക. ബനാട്ടിനായ തൻ്റെ സഹോദരൻ കുട മറച്ചു പിടിച്ച് കടന്നു പോയത് തനിക്ക് ഒത്തിരി വേദനയാണ്. താൻ ഓടിച്ചെന്ന് ഈ അറയ്ക്കകത്ത് കയറി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച സമയത്ത് ദൈവം നൽകിയതായ ജ്ഞാനമാണ്. സഹോദരൻ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം, ചുറ്റുപാടുകളെത്തി നോക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം, ഒറ്റപ്പെടലിന്റെയും മാറ്റി നിർത്തലിന്റെയും അപമാനത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ആ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ട് ഭക്തനോട് പറഞ്ഞൊരു വാക്കാണ്, ആരും സഹായമില്ലെങ്കിൽ ഞാൻ നിനക്ക് സഹായം. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവ, ആരും സഹായമിൽ എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ട് അറിഞ്ഞത് ഉല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ട് അറിഞ്ഞത് ഉല്ലാസമേ. ശത്രു കിട്ടുന്നതായ തടസ്സങ്ങളെ അതിജീവിക്കുന്നതായ ഒരു ദൈവകൃപ. അവസാനമായ ഒരു കാര്യം പറഞ്ഞ് എന്റെ ചിന്ത അവസാനിപ്പിക്കുകയാണ്. 8-ാം അധ്യായം അതിലെ 1-ാം വാക്യങ്ങൾ നമ്മൾ വായിക്കപ്പെടുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നെഹെമ്യ പ്രവാചക പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിന് മുമ്പിലുള്ളതായ വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. അപ്പോൾ ഇസ്രായേൽ കൽപ്പിച്ചു കൊടുത്ത മോശ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. പരാജയങ്ങളെ വിജയമാക്കുന്നവനാണ് ദൈവം എന്നുള്ളതാണ് നെഹെമ്യാവ് വിളിച്ചു പറയുന്ന 3-ാമത്തെ സത്യം. പരാജയപ്പെട്ടു പോയതിനെ വിജയകരമാക്കി തീർക്കുകയാണ്. വിജയകരമായി തീർക്കുന്നതിന് ദൈവം ഉപയോഗിച്ചതും പ്രവാചകനോട് ഇടപെട്ടതും എന്താണ്? ന്യായപ്രമാണത്തെ മടക്കിക്കൊണ്ടുവരണമെന്നുള്ളതാണ്. നമുക്കറിയാം, വചനം കണ്ണാടിയാണ്, വചനം തീയാണ്, വചനം ചുറ്റികയാണ്, വചനം വാളാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ഇതിനെ മടക്കിക്കൊണ്ടുവരാനായിട്ടാണ് ഇവിടെ നെഹെമ്യ പ്രവാചകൻ എസ്രാ ശാസ്ത്രിയോട് പറയുന്നത്. ഇവിടെ സമർപ്പണം മാത്രം കൊണ്ട് ഒന്നും വിജയിക്കത്തില്ല എന്നുള്ളതാ. ഇവിടെ സമർപ്പണത്തോട് ചേർന്ന് പ്രവൃത്തി ഉണ്ടാകണം, സമർപ്പണത്തോട് ചേർന്ന് ഒരു ശുദ്ധീകരണം ഉണ്ടാകണമെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിന്റെ ആവശ്യം ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് ന്യായപ്രമാണ പുസ്തകം നിങ്ങളെ മടക്കിക്കൊണ്ടുവരണം എന്നുള്ളതാ. എന്തുകൊണ്ടാണ് വാതില് തകർന്നു പോകാൻ കാരണം? എന്തുകൊണ്ടാണ് യെരൂശലേം വീണു പോകാൻ കാരണം? ജനം പാപമലിനമാകുവാൻ കാരണം എന്താ? ന്യായപ്രമാണ പുസ്തകത്തെ പുറകിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. ന്യായപ്രമാണ പുസ്തകത്തെ എന്ത് ചെയ്യുകയാണ്? പുറകിലേക്ക് വലിച്ചെറിഞ്ഞു. എന്താ എറിഞ്ഞത്? നിസ്സാരമായ കാര്യമല്ല, ദൈവത്തെയാണ് പുറകിലേക്ക് വലിച്ചെറിഞ്ഞത്. ന്യായപ്രമാണത്തെ പുറകിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞാൽ കാലിന്റെ ദീപവും പാദയുടെ പ്രകാശവുമായിരിക്കേണ്ടതായ ദൈവവചനമാണ്. എന്തുകൊണ്ടാണ് ഈ ന്യായപ്രമാണം പുറകിലേക്ക് വലിച്ചെറിയാൻ കാരണമെന്നാ? ഇത് വായിക്കപ്പെടുമ്പോൾ, വായിച്ചു കേൾക്കപ്പെടുമ്പോൾ ദൈവജനത്തിന് മുറിവേൽക്കപ്പെടുക, തോൽവിയുടെ ചരിത്രങ്ങൾ വിളിച്ചു പറയുക. ഇത് അസഹനീയമായ ഒരു കാര്യമായതുകൊണ്ട് ദൈവജനം എന്ത് ചെയ്യുകയാണ്? ന്യായപ്രമാണത്തെ പുറകിലേക്ക് വലിച്ചെറിയുകയാണ്. അതിനേക്കാൾ ഈസി ആയിട്ടുള്ളതിനെ തേടുകയാണ്. അന്യ ദൈവങ്ങളുടെ അടുക്കിലേക്ക് പോവുകയാണ്, അന്യ പ്രമാണങ്ങളിലേക്ക് പോവുക, അന്യ ആരാധനയിലേക്ക് പോവുക. അതുകൊണ്ട് പ്രവാചകൻ എന്താ ചെയ്തത്? അശുദ്ധി കൊണ്ട് ചിതറിക്കപ്പെട്ടതിനെ വിശുദ്ധി കൊണ്ട് ചേർത്ത് നിൽക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ലൂത്തിന്റെ സംഭവം. ഒരു മോവാബി പെൺകുട്ടിയാണ്, ശപിക്കപ്പെട്ടവനാണ്. അടിവരട്ട് പറയുക, മോവാബിയിൽ ആലയത്തിൽ കയറാൻ പാടില്ല, ദൈവജനത്തോട് സംസർഗം പാടില്ല,
അത്രയ്ക്ക് അപമാനിക്കപ്പെട്ടവരാ. എന്നാൽ ഇന്ന് അവൾ ആരാണ്? രൂത്തിന് ബോവാസിനുണ്ടായതായ, അല്ലെങ്കിൽ യേശുദമ്പുരാൻ എവിടെ നിന്നാണ് ജനിച്ചത്? യിസ്സായുടെ കുടുംബത്തിൽ, രൂത്തിന്റെ കുടുംബത്തിന്റെ. ശപിക്കപ്പെട്ടവൾ അനുഗ്രഹിക്കപ്പെട്ടതായത് ഇങ്ങനെ ഒരു വീണ്ടെടുപ്പുകാരന്റെ കാൽപാദത്തിൽ ചെന്നതുകൊണ്ടാണ്. ഒരു വീണ്ടെടുപ്പുകാരന്റെ പുതപ്പ് പൊക്കി അതിന്റെ ചുവട്ടിൽ അഭയം പ്രാപിച്ചതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് അഭയം പ്രാപിക്കാൻ ഈ പുതപ്പ്, ഈ ന്യായപ്രമാണം നമുക്ക് സാധ്യമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കുമാരനല്ലൂർ ശുശ്രൂഷ ചെയ്യുമ്പോൾ പുനരുക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ദിവസം ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോകേണ്ടി വന്ന സാധ്യത. ഞാൻ ദീർഘ യാത്ര ചെയ്ത് മടങ്ങി വരിക. വീട്ടിൽ ചെന്ന് വേദപുസ്തകം എടുക്കാൻ സമയമില്ല. അതുകൊണ്ട് കോട്ടയത്തിറങ്ങി ഓട്ടോ പിടിച്ച് ഈ അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നു. 3:55 ചെന്ന് 4 മണിക്ക് പ്രാർത്ഥന. അമ്മച്ചിയോട് പറഞ്ഞ അമ്മച്ചി വേദപുസ്തകത്തിൽ. അമ്മച്ചി ആ വേദപുസ്തകം എടുത്തിട്ട് ഞാൻ കണ്ട കാഴ്ച 2 തട്ട് തട്ടിയിട്ട്. കാര്യം അമ്മച്ചി ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലായി. പക്ഷെ അമ്മച്ചി ഉപയോഗിക്കുന്നുണ്ട്, വായിക്കാനുള്ളത് മാത്രം. ഞാൻ ചിന്തിച്ചത് 91 സങ്കീർത്തനം 5-ാം വാക്യമാണ്. ഞാനത് തുറന്ന് വായിക്കാനാണ് വേദപുസ്തകം തുറന്നപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പ് ലക്ഷമായിരിക്കുന്ന 50 ലക്ഷത്തിലെ ലോട്ടറി 91 സങ്കീർത്തനത്തോട് ചേർത്ത് വെച്ച് അമ്മച്ചി എന്ത് ചെയ്യുക? വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുക. ഒരു ബാധയിൽ ലോട്ടറി അടിക്കത്തില്ല. അപ്പുറത്തെ 10,000 പേർക്കും അടിച്ചില്ലെങ്കിലും ഇപ്പുറത്തെ 1000 പേർക്കും അടിച്ചില്ലെങ്കിലും എനിക്കെന്ത് ചെയ്യും? അടിക്കും. അപ്പോൾ ന്യായപ്രമാണം എന്തിനു വേണ്ടിയുള്ളതാണ്? ലോട്ടറി അടിക്കണം. അതുകൊണ്ട് അത് അവസാനിച്ചില്ല. ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇത് മടക്കി വെച്ചപ്പോൾ ഇപ്പോൾ സിബുള്ള വേദപുസ്തകം, സൈഡിൽ പോക്കുന്നുള്ള വേദപുസ്തകം വളരെ കുറവാണ്. അപ്പോൾ ഒരു താളിങ്ങനെ വേണ്ടോട്ട് തള്ളി നിൽക്കുന്ന ഒരു പേപ്പർ കഷ്ടം. ഞാൻ ആ സിബ് വലിച്ച് നോക്കിയപ്പോൾ 500 രൂപയുടെ 4 നോട്ടാണ്. 2000 രൂപ, 150 രൂപയുള്ള വേദപുസ്തകത്തിൽ വില. അപ്പോൾ 2000 രൂപ എൻ്റെ അടുത്ത് വെച്ചിരിക്കും. എന്ത് വിശ്വസിച്ച ഉപദേശിക്കുന്നത് കൊണ്ട് കൊടുത്തെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അമ്മച്ചി വിളിച്ചിട്ട്, അമ്മച്ചി ഇത് കണ്ടോ? അമ്മച്ചി ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ കാണിച്ചു. രണ്ടാമത് പിന്നെയും ചോദിച്ചപ്പോൾ അമ്മച്ചി പൂരമാട്ടെന്ന് നോക്കുന്നു, കിണ്ടില്ലെന്നോ. അപ്പൊ ഞാൻ മനസ്സിലെന്തോ അപാകതയുണ്ട്, എന്തോ അപകടം പതിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. കാപ്പിയെല്ലാം കുറിച്ച് എല്ലാവരും പിരിഞ്ഞപ്പോൾ വേദപുസ്തകം തിരിച്ചു കൊടുക്കാൻ ചെന്ന അമ്മച്ചി പറഞ്ഞു, ഉപദേശം എന്റെ പണിയാ കാണിച്ചത്. എന്റെ പച്ചരിക്കകത്ത് മണ്ണ് വാരുന്നില്ല. ദേഷ്യത്തോടെ പറഞ്ഞു. കാര്യം അമ്മച്ചിയുടെ ആകെപ്പാട് ഒരു സേഫായിട്ടുള്ള സോണാണ്. കാര്യം എന്താണെന്നറിയാമോ? 2 അമ്മക്കളുണ്ട്. അരിക്കരത്തി കൊണ്ടിട്ടാലും പുസ്തകത്തിനിടെ കൊണ്ട് വിട്ടാലും തലവണക്കടിയിൽ കൊണ്ട് വെച്ചാലും മെത്തക്കകത്ത് കുത്തി കയറ്റി വെച്ചാലും അമ്മാരടിച്ചോണ്ട് പോകും. അങ്ങനെ അമ്മാരടിച്ചോണ്ട് പോകും. ആകെപ്പാടത്ത് അമ്മാര് തൊടാത്തതായ ഒരു പുസ്തകമുണ്ടെങ്കിൽ സത്യവേദ പുസ്തകമേ ഉള്ളൂ. ഇന്ന് വരെ അമ്മാര് തൊട്ടിട്ടില്ല. അമ്മച്ചിയുടെ ലോക്കറാണ്, അമ്മച്ചിയുടെ SBI ATM ബാങ്ക് എന്തെന്ന് പറയുന്നത് ഈ ന്യായപ്രമാണ പുസ്തകം എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കാം. ചിലതൊക്കെ സ്വരൂപിച്ചും സൂക്ഷിച്ചും ഒക്കെ കുഞ്ഞ് ഏകലടിച്ചു കഴിഞ്ഞാൽ തലമുറക്കടിയിൽ വരുന്ന ഒരു ഉപകരണമായി മാത്രം ഇത് രൂപാന്തരപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ന്യായപ്രമാണ പുസ്തകം മടക്കിക്കൊണ്ടുള്ള നമ്മുടെ യുവതലമുറ വേദപുസ്തകം വായിച്ചിട്ട് എത്ര നാളുകൾ ചിന്തിക്കണം. നാം അത് നിസ്സാരമായി കാണരുത്, തള്ളിക്കളയരുത്. ഈ സത്യവേദ പുസ്തകമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ ഒരപ്പന്റെ അടി കണ്ണുനീരുമുണ്ട്. മനസ്സ് ഞാൻ പരസ്യമായിട്ട് പറയുക, എൻ്റെ സ്നേഹിതൻ സാജിയോട് ഇരിപ്പുണ്ട്. ഉള്ളു തുറന്ന എൻ്റെ അപ്പനെ ഞാൻ ശപിച്ചിട്ടുണ്ട്. 5:30 മണിയാകുമ്പോൾ അപ്പൻ എഴുന്നേറ്റിട്ട് ഒരു പാട്ട് തുടങ്ങും, മനമേ ഭക്ഷിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങും. അത് നമുക്കറിയാം, ഒരു 10-12 ശീലുണ്ട് സ്റ്റാൻസ്. ഇത് മുഴുവൻ അപ്പം കുത്തിരുന്ന് പാടും. ആദ്യത്തെ സ്റ്റാൻസ് പാടിയിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ അപ്പന്റെ മുറിക്കകത്ത് ഒരു പണിയുണ്ട്, മുതുകും തിരുകും തിരുത്തി 2 പേരെ പിടിക്കും. അടിയുടെ വേദന കൊണ്ട് പാട്ട് കേൾക്കുമ്പോഴേ എഴുന്നേറ്റ് പോയി അവിടെ ഇരിക്കും. അപ്പോൾ ഒന്നങ്ങ് പാടി തീർത്താൽ കുഴപ്പമില്ല. അത് കഴിയുമ്പോഴാണ് അടുത്ത എൻ്റെ ദൈവമഹത്വത്തിൽ ഈ അപ്പൻ ഇത്രമാത്രം വലിയ വേദന എന്താ. അത് കഴിയുമ്പോൾ ഉണർവിൻ വരം തീരുന്നില്ല. ഒന്നിനു പുറകെ 3-4 പാട്ടും പാടും. എല്ലാവരും കൊണ്ടും വേദപുസ്തകം വായിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് കഴിയുമ്പോൾ കാശ്മീരിൽ തുടങ്ങും പ്രാർത്ഥന. വീട്ടിൽ വന്ന് നിൽക്കണമെങ്കിൽ 1/2 മണിക്കൂർ കഴിയും. അപ്പൻ 1 മണിയും ഇല്ലയോ. ഇത് 6 മണിക്ക് പ്രാർത്ഥിച്ച കേൾക്കത്തില്ല. അന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. ഇന്ന് അലാറം വെച്ച് 5:30 ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്.
കാര്യം ഞാൻ ആ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടത്. അതുകൊണ്ട് തലമുറ സുരക്ഷിതമായി നിൽക്കുന്നതിന് കാരണം എന്താണ്? ന്യായപ്രമാണ പുസ്തകം അടിച്ചു വായിപ്പിച്ച പിതാക്കന്മാരുണ്ടായിരുന്നു, ന്യായപ്രമാണ പുസ്തകം കൊടുത്തുവിട്ടവരുണ്ടായിരുന്നു. ഇന്ന് ന്യായപ്രമാണ പുസ്തകം എവിടാന്ന് അറിയത്തില്ല. അത് മടക്കിക്കൊണ്ടുവരേണ്ടതായ സമയമാണെന്നുള്ളതായ സത്യം ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് എസ്രാ ശാസ്ത്രിയോട് പറയുക, ന്യായപ്രമാണ പുസ്തകം പ്രവാസികളായി പിടിച്ച് മടക്കിക്കൊണ്ടുവന്നതായ ദൈവജനത്തോട് വായിച്ചു കേൾപ്പിക്കണം. എസ്രാ ശാസ്ത്രി ജനത്തോട് 7 ദിവസം, ഒരു ദിവസം 6 മണിക്കൂർ വെച്ച് ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം, വായിച്ചു കേൾപ്പിച്ചു. എഴുതിയ ഭാഷ എന്താണ്? എഴുതിയത് എബ്രായ ഭാഷ. വായിച്ചത് ജനത്തെ, പ്രവാസികൾക്ക് അറിയാത്ത ഭാഷ ഏതാണ്? അരാമ്യ ഭാഷയാണ്. അപ്പോൾ എബ്രായ ഭാഷ എഴുതപ്പെട്ട ന്യായപ്രമാണം എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാസികൾക്ക് 70 വർഷം അടിമത്തിൽ കിടന്നതായ പ്രവാസികളായ കുഞ്ഞുങ്ങൾക്ക്, യുവതലമുറയ്ക്ക്, മധ്യവയസ്കർക്ക് ഇത് അറിയത്തില്ല. അപ്പോൾ പ്രവാചകൻ എന്താണ് ചെയ്തത്? എസ്രാ പുരോഹിതൻ ട്രാൻസ്ലേറ്റ് ചെയ്തു അരാമ്യ ഭാഷയിൽ. അതുകൊണ്ട് ട്രാൻസ്ലേഷൻ ഈ അടുത്തിടെ തുടങ്ങിയതല്ല, അന്ന് തുടങ്ങിയതാണ്. ഒരു ദിവസം 6 മണിക്കൂർ വെച്ച് വായിച്ചു കേൾപ്പിച്ചു. ആ സമയത്ത് എന്താണ് ജനത്തിന് സംഭവിച്ചത്? 6 മണിക്കൂർ വെച്ച് 7 ദിവസം 6 മണിക്കൂർ വെച്ച് വായിച്ചപ്പോ വലിയ പാപബോധമാണ് തന്റെ ജനത്തിനുണ്ടായത്. അതുകൊണ്ട് പഴയ നിയമ പുസ്തകത്തിലെ ഉൽപ്പത്തി തൊട്ട് മലാഖി വരെ വായിക്കുമ്പോൾ 8, 9, 10 അധ്യായം നെഹമ്യാവിന്റെ പഴയ നിയമ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഉണർവിന്റെ അധ്യായങ്ങളാണ്. ഏറ്റവും വലിയ ഉണർവ് പഴയ നിയമത്തിൽ നടന്നത് നെഹമ്യാവിന്റെ പുസ്തകമാണ്. 8, 9, 10 എന്താണ് ഉണ്ടായത്? അവർ തിരുത്തി പറയുകയാണ്. 3 മണിക്കൂർ ഒരു യാമം എടുത്തു പാപം ഏറ്റുപറയാൻ. ഇത്രയും ന്യായപ്രമാണത്തിന് സത്യം കേട്ടപ്പോൾ ന്യായപ്രമാണം വീണ്ടും വലിച്ചെറിയുകയാണ് ചെയ്തത്. ന്യായപ്രമാണത്തിന് മുന്നിൽ മടക്കിയിട്ട് പറയുക, തെറ്റിപ്പോയി, തകർന്നുപോയി, നശിച്ചുപോയി. 7 വർഷം അതികിരാതമായ പീഡനം അനുഭവിച്ചത് ന്യായപ്രമാണം വലിച്ചെറിഞ്ഞതുകൊണ്ട്. അവരെടുത്തതായ പ്രതിജ്ഞ എന്താണ്? ഉടമ്പടി ഇങ്ങനെയായിരുന്നു: സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും ഞങ്ങൾ പ്രമാണിച്ചുകൊള്ളാം. അന്യജാതിയിൽ നിന്ന് ഞങ്ങൾ വിഭാഗം കഴിക്കത്തില്ല. പാപത്തെ എതിർത്ത് ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. ശബത്ത് ദിവസത്തെ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. അന്ന് വിൽക്കുകയോ വാങ്ങുകയോ ഞങ്ങൾ ചെയ്യില്ല. ദൈവം തരുന്ന സമയവും ദൈവം തരുന്ന ധനങ്ങളും വസ്തുവകകളും എല്ലാം ഞങ്ങൾ ദേവാലയത്തിന് മഹത്വത്തിന് വേണ്ടി നൽകി കൊടുക്കാം. ന്യായപ്രമാണം കേട്ടതായ ദൈവജനത്തിന് വിശദീകരണത്തിന്റെ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം വായിച്ചാൽ, ഞാൻ ഓർപ്പിച്ചല്ലോ, ഞാൻ വായിച്ചത് കൊണ്ടാണ് എന്നെപ്പറ്റി എഴുതിയത് ഞാൻ കണ്ടെത്തിയത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെ പറ്റി വേദപുസ്തകത്തിന്റെ അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചെങ്കിൽ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഇസ്രായേൽ മുഴുവൻ പുരുഷ പ്രജയില്ല എന്നുള്ളത് എൻ്റെ അപ്പച്ചനൊക്കെ ജനിക്കുന്ന എത്രയോ വർഷത്തിന് മുൻപ് എഴുതി വെച്ചതാണ്. ദൈവം കാണിച്ചു തന്നെങ്കിൽ ജീവിതത്തിന്റെ വേദനയിൽ കൂടെ, ഭാരത്തിൽ കൂടെ, പരാജയത്തിൽ കൂടെ, നിരാശയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ന്യായപ്രമാണത്തിലേക്ക് മടങ്ങുക. എന്താ ശൂന്യം? ഒരു രാത്രി മുഴുവനും അധ്വാനിച്ച് ശൂന്യമായി പോയ പടക് 1 സെക്കൻഡ് കൊണ്ട് നിറഞ്ഞ് തുളിപ്പിന്റെ കാരണം എന്താണ്? അവന്റെ വാക്കിന് വില കൊടുത്തത് കൊണ്ടാണ്. ന്യായപ്രമാണത്തിന്, വചനത്തിന് വില കൊടുത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ എന്ത് വിലയാണ് കൊടുക്കുന്നത്? സമയം കടന്നു പോകുന്ന എനിക്കറിയാം. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുക. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശാന്തമായി ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആരും ഉറങ്ങിയിട്ടില്ല. ഇനി 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്ന ഭയം കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. കാര്യം നമ്മുടെ പള്ളിയിലൊക്കെ നമുക്കറിയാം, ഒന്ന് സംഗതി വാക്യം വായിക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം എത്രയൊക്കെ അച്ഛൻ പ്രസംഗിക്കത്തുള്ളൂ, ഉപദേശം ഇത്രയൊക്കെ വരത്തുള്ളൂ. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ രോഗം ഇതുപോലെ ശാന്തമായി MF കട്ടിൽ കിടന്നാലും ഉറക്കം വരത്തില്ല. AC-ക്കകത്ത് കിടന്നാൽ ഉറക്കം പറ്റും. നമ്മളൊക്കെ ഉറക്കം കാണുമ്പോൾ എൻ്റെ ദൈവം വർഷങ്ങളായി മനുഷ്യൻ ഉറങ്ങിയിട്ട് വായൊക്കെ പൊടിച്ച് മേലോട്ട് തലയൊക്കെ വെച്ച്. പക്ഷെ ഒരു സത്യം ഇതിന് മനസ്സിലാക്കി. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ തിരിഞ്ഞ് അതുപോലെയൊക്കെ പോകുമ്പോൾ ഇവരെല്ലാവരും ചാടി എഴുന്നേൽക്കുക. ഈ സംഭവം മാത്രം ഇന്ന് വരെ അന്വേഷിച്ചിട്ട് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല.
ഉറക്കത്തിനിടയ്ക്ക് സുഖമായിട്ട് ഉറങ്ങും. അതുകൊണ്ട് മധ്യയുള്ള മഹാടുവക ഇതിനു വേണ്ടി ഒരു സ്കൂള് തന്നെ നിർമ്മിച്ചു, ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ മാറ്റിവെച്ചു. പണ്ട് പായയിൽ ആരാധിച്ചതായ ദൈവജനമാ അന്ന് ആരും ഉറങ്ങിയിട്ടില്ല. സ്കൂൾ ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത പിതാക്കന്മാരുടെ കാലത്ത് ആരും ഉറങ്ങിയിട്ടില്ല. ഇന്ന് ഉറങ്ങുന്നതിന് കാരണം എന്താ? സഭ അതിതീവ്രമായ പരിശ്രമത്തിലാണ്. ഇന്ന് അംഗസംഖ്യ തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. പള്ളിയിൽ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഉള്ളത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ചാരുബെഞ്ച് ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ ചാരുബെഞ്ച്? നമുക്കറിയാം, പഴയുള്ള അപ്പച്ചന്മാരോട് ചോദിച്ചറിയാം. ഞങ്ങളുടെ പൂത്തിന് പറയുന്നൊരു സാധനമുണ്ട്, ഈ ഭാഗത്തിന് പറയുന്നത് മൂക്കാം പട്ട എന്നാണ് പറയുന്നത്. മുന്നിലിരിക്കുന്നവൻ ഉറങ്ങി പുറമോട്ട് മറിഞ്ഞു വീണാൽ ചെന്നടിക്കുന്നത് മൂക്കാൻ പറ്റയില്ല. പിന്നെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട, ശവസംസ്കാരത്തിന്റെ സമയവും ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്ത് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് ചാരുബെഞ്ച് ഉള്ളതുകൊണ്ട് മരണസംഖ്യ കുറയുകയാണ്. അതിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് മഹാടകം ഒരുക്കിയിട്ടുണ്ട്, ഇൻഡസ്ട്രീസ്. രാത്രി ഓർപ്പിക്കട്ടെ, ന്യായപ്രമാണം ജീവിപ്പിക്കുക, വിമോചിപ്പിക്കുന്നതാ, സമയ്ക്കപ്പെടുത്തുന്നതാ, വീണ്ടെടുക്കുന്നതാ. അതുകൊണ്ടാ യോർദാനിലും യെരിഹോവും ഒക്കെ വിജയിച്ചതെന്താ പറഞ്ഞതെന്താണ്? ഇന്ന് രാത്രി നിങ്ങൾ ശുദ്ധീകരിപ്പിൻ, നാളെ രാവിലെ ദൈവം അതിശയം പ്രവർത്തിക്കും. ചെങ്കടൽ രണ്ടായി മാറും, യോർദാൻ രണ്ടായി മാറും, യെരിഹോ താഴെ വീഴും. എന്തുകൊണ്ടാണ്? ന്യായപ്രമാണത്തിന്റെ ശുദ്ധീകരണം ഈ രാത്രിയിൽ നടക്കണം. 2026 ശുദ്ധീകരണത്തിന്റെ കാലം ആകട്ടെ. ജീവിതത്തിൽ നിൽക്കുന്ന യോർദാനും ജീവിതത്തിൽ നിൽക്കുന്നതായ യെരിഹോ കോട്ടയും ഒക്കെ താഴെ വീണ് നിലം പരിശാകുന്ന കാഴ്ച കാണുവാൻ ന്യായപ്രമാണത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ക്ഷമിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്തകളെ അവസാനിപ്പിക്കാം. ഇനിയും പ്രസംഗമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരുടെ ജീവിത അനുഭവത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജെബി പീറ്ററും നിർമ്മല പീറ്ററും കേരളക്കരയിൽ ഉണർവ് ഗാനങ്ങൾ പാടി അനേകരെ ആത്മീയ സമൃദ്ധിയിലേക്ക് നയിച്ചതായ നിർമ്മല പീറ്ററും ജെബി പീറ്ററും മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ദിവസം താൻ എടുത്ത പ്രോഗ്രാമിന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ തൊണ്ടയിൽ നിന്ന് ശബ്ദം വരുന്നില്ല. അതിന് പകരമായി നിർമ്മല പീറ്ററോട് ചേർന്ന് പാടാൻ ഒരു കൂട്ടുകാരനെ അയച്ചു. താനും കൂടെ പോയി. 2ാം ദിവസം പാടാമെന്ന് ശ്രമിച്ചു, പക്ഷേ ശബ്ദം വരുന്നില്ല. താൻ പ്രതീക്ഷിക്കുന്ന ശബ്ദം വരുന്നില്ല. 3ാം ദിവസമായപ്പോൾ ശബ്ദമൊട്ട് കഴിഞ്ഞു. കൺവെൻഷൻ കഴിഞ്ഞു. പിറ്റേ ദിവസം ഒരു ENT പോയി കണ്ടു. അദ്ദേഹം സ്കാനിങ്ങിന് എഴുതി കൊടുത്തു. സ്കാൻ ചെയ്തപ്പോൾ വോക്കൽ കോഡ് മുഴുവനും കിഴിഞ്ഞു പോയി. അവിടെ ചെറിയൊരു ഗ്രോത്ത് വളർന്നുകൊണ്ടിരിക്കും. ഡോക്ടർ പറഞ്ഞു, നീ ഒരിക്കലും പാടില്ല. നീ ചെയ്യേണ്ടത് ഭാര്യയോടാണെങ്കിലും കുഞ്ഞുങ്ങളാണ് എന്തിനും പറഞ്ഞു എഴുതി മാത്രമേ കൊടുക്കാവൂ, ഒരു വാക്ക് പോലും പറയില്ല. ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒത്തിരി വേദനപ്പെടുത്തും. കടപ്പനയ്ക്കടുത്ത് എബനേസർ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ അദ്ദേഹത്തിനുണ്ട്. ആ സ്റ്റുഡിയോയിൽ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കുന്ന മനുഷ്യൻ. കൗണ്യവൻ ആചാരഭാഗമായ 5 അടി പൊക്കമുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വലിപ്പമുള്ളൊരു മനുഷ്യൻ. അതിനകത്ത് കൗണ്യ വീണ് വെട്ടിത്തോന്ന കാര്യങ്ങൾ. കർത്താവേ, വൈദ്യശാസ്ത്രം പറഞ്ഞില്ല പാടില്ല, ഞാനിനി നിനക്ക് വേണ്ടി പാടട്ടെ. 3 ദിവസമായി ഒരു വാക്ക് പോലും പാട്ടിന്റെ ശീലം എനിക്ക് പാടുവാനായിട്ട് കഴിയുന്നില്ല. കർത്താവേ, ഒരു നീ എന്നെ മടക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ പാടാത്തവനായി ജീവിക്കാൻ അനുവദിക്കരുത്. എന്നെ ഈ ലോകത്തിൽ നിന്ന് നിന്റെ സന്നിധിയിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുപോകണം. 3 ദിവസം കണ്ണുനീരോട് ഈ സ്റ്റുഡിയോയിൽ കരയും. പ്രിയപ്പെട്ട ദൈവങ്ങളെ, ദൈവം മുറിക്കകത്ത് ഇറങ്ങും, ആലയത്തിനകത്ത് ഇറങ്ങും, മരുഭൂമിയിൽ ഇറങ്ങും, പള്ളിക്കകത്ത് ഇറങ്ങും, വിജനമായ സ്ഥലത്തും ഇറങ്ങും. ഇവിടെ സ്റ്റുഡിയോയിൽ ദൈവം ദൈവമാണ് പറയുന്നത്, ഇത് നിന്റെ അവസാനത്തെ ദിനമല്ല, നിന്റെ അവസാനത്തെ പാട്ടുമല്ല, നീ പാടും, ഇനിയും നീ പാടും. ജീവിതത്തിന്റെ പരാജയങ്ങളെ വിജയമാക്കുന്ന ഒരു ദൈവമുണ്ട്. അവനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ പാടും. തിരിച്ചു വീണ്ടും ENT ഡോക്ടർ അടുക്കൽ ചെന്നു. ഞാനിങ്ങനെ ശബ്ദം കേട്ടു, പുനഃപരിശോധന ചെയ്യണം. വീണ്ടും സ്കാനിങ് എഴുതി നോക്കിയപ്പോൾ വോക്കൽ കോഡിന്റെ കിഴുത്തുകൾ മുഴുവനും അടഞ്ഞു. കുത്തിയെടുത്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞതായ ആ ഗ്രോത്ത് അവിടെ നിന്ന് അപ്രത്യക്ഷമായി.
മുറുക്കിന് കയറി നിന്ന് ദൈവസ്ഥലം മുട്ടമുടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, നീ ചെയ്ത നന്മകൾക്ക് അന്ന് എഴുതിയ പാട്ടാണ് എണ്ണി എണ്ണി സ്തുതിക്കുക എണ്ണമില്ലാത്ത കൃതങ്ങൾ. നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ 3 ദിവസവും ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു. ഈ രാത്രിയിൽ ഏതെങ്കിലും ഒരു വാക്കുകളൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ 2026 11-ാം ദിവസം രാത്രിയിൽ തുടർന്നുള്ളതായ മാസങ്ങളും ദിവസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതം പരാജയത്തിൽ വിജയത്തിലേക്ക് പോകണമെങ്കിൽ, ശത്രുവിനെ തകർത്ത് കളഞ്ഞ് വിജയകരമായ ജീവൻ നയിക്കപ്പെടണമെങ്കിൽ, കർത്താവെ തകർക്കപ്പെടുന്നതിനെ യഥാസ്ഥാനപ്പെടുത്തണമെങ്കിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ കണക്കാം. എണ്ണി എണ്ണി സ്തുതിക്കുക എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഉന്നം വെച്ച ഇനിയിൽ കണ്ണിൽ മുൻപിൽ പതരാതെ, ഉന്നം വെച്ച വൈരിയിൽ കണ്ണിൽ മുൻപിൽ പതരാതെ, കൺമണി കാക്കും കാര്യങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ, കൺമണി കാക്കും കാര്യങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ, എണ്ണി എണ്ണി സ്തുതിക്കുക എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. എണ്ണി എണ്ണി സ്തുതിക്കുക എണ്ണമില്ലാത്ത കൃപകൾ, ഉന്നമിച്ച വൈര്യം മുന്നിൽ കണ്ണിന് മുമ്പിൽ പതറിപ്പോകാതെ ചേർത്ത് പിടിച്ചെഴുതിയ അനേകരെ മാറ്റി നിർത്തിയപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഈശോയിൽ പാട്ട് പാടുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. 2025 അത്ഭുതകമായ ദൈവം നടത്തി. മരണത്തെ മുഖാമുഖമായി കണ്ട ദിവസങ്ങളുണ്ടായിരുന്നു. ചില ജീവിതങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയ അവസരങ്ങൾ ഉണ്ടായിരുന്നു. മുന്നോട്ട് എങ്ങനെ വഴി പോകുമെന്ന് അടച്ചു നിന്നപ്പോൾ വഴി തടഞ്ഞു നിന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് മധ്യത്തിലൊക്കെ ദൈവം നമ്മളെ നടത്തി. യോർദാൻ കലങ്ങി മറിയുമ്പോൾ ദൈവമേ വാഗ്ദത്ത നാട്ടിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന് കരയ്ക്കിരുന്ന് കരഞ്ഞ് ദൈവജനത്തിന് വഴി തുറന്ന നാളെ രാവിലെ അതിശയം പ്രവർത്തിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ അതിശയം പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുകൊണ്ട് ഈ പാട്ടിന്റെ ശീലപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം. കലങ്ങി മാറിയോ ജീവിത കലങ്ങി മാറിയോ ജീവിത നിന്റെ വിശ്വാസ